ഒന്ന് കൊരിന്ത്യ ലേഖനം അതിന്റെ 10-ാം അധ്യായം 1 മുതലുള്ള വാക്യം. അതിനു മുമ്പ് സ്നാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം, സ്നാനത്തിന്റെ ആവശ്യകത എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യം. ഒന്നാമത്തെ കാര്യം, ബൈബിൾ പ്രധാനമായിട്ട് എടുത്തു വെക്കുന്നത് നമുക്കൊരു വിശ്വാസിയെ സംബന്ധിച്ച് അടിസ്ഥാനമായിട്ട് ആവശ്യമുള്ളതും അല്ലെ വിശ്വാസിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതുമായ രണ്ട് സ്നാനങ്ങളാണുള്ളത്. ഒന്ന് ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യനിൽ ചെയ്യുന്ന സ്നാനം, അത് പരിശുദ്ധാത്മാവ് സ്നാനം. അതുപോലെ തന്നെ ഒന്ന് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ പോയി എടുക്കുന്ന സ്നാനം. ഇപ്പൊ രണ്ടും തന്നെയാണ്. ഒരാൾ സ്നാനപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോ സഭയിൽ എടുക്കുന്ന സ്നാനം ഉണ്ടല്ലോ, വിശ്വാസികൾ അപ്പോസ്തല പ്രവൃത്തിക്ക് അത് മുതൽ നമുക്ക് കാണപ്പെടുന്ന ആ സ്നാനം, നമ്മൾ പോയി വെള്ളത്തിൽ മുങ്ങുന്നു, ആ സ്നാനത്തിലൂടെ ഒന്നും സംഭവിക്കുന്നില്ല ഒരു മനുഷ്യന്. പലരുടെയും തെറ്റിദ്ധാരണ ആ സ്നാനം എടുക്കുമ്പോൾ നമുക്ക് എന്തോ ശക്തി ലഭിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ആ സ്നാനത്തിലൂടെ നമുക്ക് പ്രത്യേകിച്ച് സ്പിരിച്വലായിട്ട് നമുക്കൊന്നും സംഭവിക്കുന്നില്ല. അതായത് ആ സ്നാനത്തിന്റെ പ്രവൃത്തിയിലൂടെ നമുക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്നാനം കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അല്ലെ കർത്താവ് എന്റെ പിന്നാലെ, യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ പറ്റി പറയുന്നു, എന്റെ പിന്നാലെ വരുന്ന പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ കർത്താവ് നമ്മളിൽ ചെയ്യുന്ന ഒരു സ്നാനമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ സ്നാനം. ദൈവം നമ്മളിൽ ചെയ്യുന്ന സ്നാനമാണ്. അപ്പോൾ ഈ സ്നാനത്തിന്റെ ആവശ്യകത എന്താണെന്നാണ് ആദ്യം ചിന്തിക്കുന്നത്. അപ്പൊ ഒരാൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവിശ്വാസിയായിരിക്കുമ്പോൾ അയാൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്നാണ് റോമാലേഖനം 6-ാം അധ്യായം പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഇന്ന് സംസാരിച്ചതിനകത്ത് എനിക്ക് മനസ്സിലായ രണ്ട് കാര്യങ്ങൾ. ദൈവം, യേശുക്രിസ്തു ശക്തനായ ഒരു ദൈവമാണെന്ന് നിങ്ങൾക്കറിയാം. കർത്താവിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ദൈവം പ്രാർത്ഥന കേൾക്കും, നമ്മുടെ ആ പ്രശ്നങ്ങളിലൊക്കെ കർത്താവ് വിടുവിക്കുമെന്നും സത്യമായ ഒരു ദൈവമാണെന്ന് അറിയാം. ഇപ്പൊ ഇത് ലോകത്തിലുള്ള ഒരു ഒട്ടുമിക്കവാറും എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. യേശുക്രിസ്തു ദൈവമാണെന്നും ശക്തിയുള്ള ദൈവമാണെന്നും ദൈവത്തിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നൊക്കെ അറിയാം. റോമാലേഖനത്തില് പൗലോസ് പറയുന്നുണ്ട് 1-ാം അധ്യായത്തില് 1-ന്റെ 20 മുതലുള്ള വാക്യം, അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു, അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ഇവിടെ പറയുന്നത് നിത്യശക്തിയും ദിവ്യത്വമായ സ്വഭാവം. അപ്പോൾ ഇവിടെ റോമാലേഖനത്തിലെ 1-ാം അധ്യായത്തില് പൗലോസ് പൊതുവെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടുമാണ് സംസാരിക്കുന്നത്. യഹൂദന്മാരോടോ അല്ലെങ്കിൽ ജാതികളോടോ മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടുമാണ് അല്ലെങ്കിൽ ഈ ഒരു ആദ്യത്തെ അധ്യായങ്ങൾ, 1, 2, 3 അധ്യായങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് 1-ാം അധ്യായത്തില് പൗലോസ് പറയാണ്, ലോകത്തിൽ ഒരു മനുഷ്യനും പ്രതിവാദം ഉണ്ടാകാതിരിക്കേണ്ടതിന്, അതായത് ദൈവം ഇല്ല എന്നോ അല്ലെങ്കിൽ ദൈവം ജീവിക്കുന്നില്ല എന്നോ പ്രതിവാദം ഉണ്ടാകാതിരിക്കേണ്ടതിന് വേണ്ടി ദൈവത്തെ പറ്റി ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും കോമൺ ആയിട്ടൊരു റെവലേഷൻ ദൈവം കൊടുക്കുന്നുണ്ട്. അതാണ് അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ. നിത്യശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ശക്തിയുള്ളവനാണ്, ദൈവത്തിന്റെ അടുത്ത് ചെന്നാൽ വിടുതൽ കിട്ടും, അല്ലെ ദൈവം നമ്മളെ രക്ഷിക്കും. അവന്റെ നിത്യശക്തി, ദൈവം പവർഫുൾ ആണ്, ദൈവത്തിന് ശക്തിയുണ്ട്. 2, ദിവ്യത്വമായ സ്വഭാവം, അതായത് ദൈവത്തിന് നീതിമാനാണ്, ദൈവം ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല, ദൈവത്തിന് തെറ്റ് ചെയ്യാൻ കഴിയത്തില്ല, അനീതിക്ക് ദൈവത്തിന് കൂട്ടു നിൽക്കാൻ കഴിയത്തില്ല. പിന്നെ അദൃശ്യ ലക്ഷണങ്ങൾ, 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം അദൃശ്യവാനാണ്, ദൈവത്തിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇത് ലോകത്തിലുള്ള പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ, അല്ലെ ലോക സൃഷ്ടികളിലേക്ക് നോക്കുമ്പോൾ സാധാരണ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ദൈവം അദൃശ്യനാണ് എന്നും അതുപോലെ തന്നെ ദൈവം നിത്യശക്തിയുള്ളത്, അതായത് ശക്തനാണ് എന്നും അതുപോലെ തന്നെ അവന്റെ ദിവ്യ സ്വഭാവം, അവൻ നീതിമാനാണെന്നും അവനിൽ അനീതി ഒന്നുമില്ല എന്നും തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുമെന്നും. ഈ കാര്യങ്ങൾ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, അല്ലെ 3 കാര്യങ്ങൾ. ഇതിനകത്ത് പൊതുവെ 2 കാര്യങ്ങൾ, അതായത് ദൈവത്തിന്റെ ശക്തി അതുപോലെ തന്നെ ദിവ്യ സ്വഭാവം, ഈ 2 കാര്യങ്ങൾ ഒരുവിധം ഇപ്പൊ അദൃശ്യ ലക്ഷണങ്ങൾ എല്ലാവരും അറിയുന്നില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മതങ്ങൾ ഒരുപാട് ദൈവത്തെ പറ്റി പറയുന്നുണ്ട്, ദൈവം അവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ആൾക്കാർക്ക് ദൈവം അദൃശ്യനാണ് എന്നുള്ളൊരു ബോധം ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദൈവം വിഗ്രഹങ്ങളിലുണ്ട് അല്ലെങ്കിൽ അമ്പലങ്ങളിലുണ്ട് പള്ളികളിലുണ്ട് എന്നുള്ളൊരു ബോധമാണ് പലർക്കും ഉള്ളത്. ഇപ്പോൾ ദൈവത്തിന്റെ ഈ 2 സ്വഭാവങ്ങൾ ഈ പറയുന്ന എല്ലാ മതവിഭാഗത്തിലെ ആൾക്കാർക്കും ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിനകത്തുനിന്ന് അല്ലെങ്കിൽ ഈ 2 സ്വഭാവമാണ് പെട്ടെന്ന് മനസ്സിലായിട്ടുള്ളത്. ദൈവം ശക്തിയുള്ള ദൈവമാണ്, പിന്നെ എല്ലാവർക്കും അറിയാം ദൈവം പാപം ചെയ്താൽ ശിക്ഷിക്കും. ഈ 2 കാര്യങ്ങളായിരിക്കും അല്ലെ മനസ്സിലായിട്ടുള്ളത്. ഇതൊരു കോമൺ റെവലേഷൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ കർത്താവിന്റെ അടുത്ത് അല്ലെങ്കിൽ ക്രിസ്തുവിലാകണമെന്നോ സ്നാനപ്പെടണമെന്നോ രക്ഷിക്കപ്പെടണമെന്നോ ഒന്നും ആവശ്യമില്ല ഈ കാര്യം അറിയേണ്ടത്. ഇത് ദൈവം എല്ലാവർക്കും അവരവരുടെ ഹൃദയത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ ഈ കാര്യങ്ങളാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യരും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ദൈവം നീതിമാനാണെന്ന് അറിയുമ്പോൾ ഈ മനുഷ്യരെന്ത് ചെയ്യും?
ആം, ദൈവം എന്തായാലും നീതിമാനാണ്, ഞാൻ തെറ്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവിക മനുഷ്യന്, ദൈവത്തിന്റെ ആത്മാവില്ലാത്തൊരു മനുഷ്യന് ദൈവത്തെ പറ്റി കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ രക്ഷാകരമായ കാര്യങ്ങൾ, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വേണം. നമുക്കറിയാം, ആദം പാപം ചെയ്തോടുകൂടി എന്ത് ചെയ്തു? മനുഷ്യരിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെട്ടു, ആത്മാവ് പോയി, ആത്മമരണം എന്ന് പറയുന്ന ഒരു സംഭവം സംഭവിച്ചു. അപ്പൊ എല്ലാ മനുഷ്യരിലും 3 ഘടകങ്ങളുണ്ട്, അറിയാലോ: ദേഹം, ദേഹി, ആത്മാവ്. അപ്പോൾ ഈ ആത്മാവിലായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് അവരിൽ ജീവനായിരുന്നത്. അവർ ജീവനുള്ള ദേഹികളായിരുന്നു ആയിത്തീർന്നു എന്നാണ് പറയുന്നത്. ദൈവം മൂക്കിൽ ജീവശ്വാസം ഊതി അവർ ജീവനുള്ള ദേഹിയായി തീർന്നു. പക്ഷേ ഇപ്പോൾ മനുഷ്യർ ജീവനുള്ള ദേഹികളാണോ? മരിക്കപ്പെട്ട ദേഹികളാണ്. അതായത് മരിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ജഡസംബന്ധമായി ജീവിക്കുന്നു, ആത്മീയമായി മരിച്ചിരിക്കുന്നു. അത് ആ ദേഹിയുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ദേഹി ഇപ്പോൾ ദൈവത്തിന്റെ ജീവനാലല്ല ജീവിക്കുന്നത്. ദേഹി ഇപ്പോൾ ജഡം പറയുന്ന ജഡത്തിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ദേഹി ഡിസിഷൻ എടുക്കുന്നത്. അതായത് മനസ്സിപ്പോൾ ഡിസിഷൻ എടുക്കുന്നത് നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളിപ്പോൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ പാപത്താൽ മരിക്കപ്പെട്ട എല്ലാ വ്യക്തികളും തീരുമാനങ്ങൾ എടുക്കുന്നത് അവരുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ആത്മാവിന്റെ ജീവന്റെ അടിസ്ഥാനത്തിലല്ല, നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും എടുക്കുന്നത്. ഇപ്പൊ ജഡം പറയുന്നു, ഞാനിപ്പം മരിക്കും, ഈ വഴി പോയി കഴിഞ്ഞാൽ ഞാൻ ഉരുണ്ട് വീണ് മരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു വണ്ടി വരുന്നു, ആ വണ്ടി തട്ടി ഞാൻ മരിക്കും. അപ്പൊ ദേഹി പെട്ടെന്ന് തീരുമാനം പറയുകയാണ്, ഇടത്തോട്ട് ചാട്. കാരണം ദേഹിയുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല, ഈ ജഡത്തെ സംരക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ദേഹി എപ്പോഴും ചെയ്യുന്ന എന്താണ്? ജഡത്തെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. ഇനി ദേഹി വേറൊരു കാര്യം ചെയ്യുന്നത്, ഈ പാപബോധം എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട്. കാരണം ദൈവം എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈ പറയുന്ന പാപബോധം, മനസാക്ഷി ഉണ്ടായതുകൊണ്ട് മനസാക്ഷി ഉള്ളിലിരുന്ന് ചെയ്യുന്ന കുറ്റങ്ങൾക്കെല്ലാം കുറ്റം വിധിക്കും. മനസ്സിലായി? അപ്പോഴും ഈ മനുഷ്യൻ എന്ത് ചെയ്യും? ഈ കുറ്റബോധം കൊണ്ട്, ഈ ഉള്ളില് മനസാക്ഷി ഇങ്ങനെ കുറ്റം വിധിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ആലോചിക്കും, മനസ്സിനോട് തന്നെ ചോദിക്കുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ഇങ്ങനെയുള്ള തെറ്റുകാരനാണല്ലോ, ഇന്നത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ദേഹി എന്ത് ചെയ്യും? ദേഹിക്ക് ദൈവത്തിനോടുള്ള ഒരു ബന്ധവും ഇല്ല. കാരണം ആത്മാവ് മരിച്ചു പോയല്ലോ. അപ്പൊ ദേഹി ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. ദേഹി പറയും, ഇതാണ് ദൈവം, അല്ലെങ്കിൽ അതാണ് ദൈവം, അല്ലെങ്കിൽ ഭയങ്കര വലിയ ശക്തിയുള്ള പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ കണ്ടപ്പോൾ, ആദ്യം മനുഷ്യൻ ഇടി കണ്ടപ്പോൾ ഇടി ദൈവമാണെന്നും, മിന്നൽ കണ്ടപ്പോൾ, വലിയ കാറ്റ് കണ്ടപ്പോൾ കാറ്റ് ദൈവമാണെന്നും, അഗ്നി കണ്ടപ്പോൾ അഗ്നി ദൈവമാണെന്നും. അപ്പൊ ഇങ്ങനെ ഭയപ്പെടുത്തുന്ന, അവരുടെ മുന്നിൽ ദൈവം ശക്തനാണെന്ന് അറിയാം അവർക്ക്. ദൈവം ശക്തനാണ്. അപ്പൊ ലോകത്തിലുള്ള ശക്തിയുള്ള കാര്യങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവമാണത് എന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോഴെന്ത് ചെയ്തു? ലോകത്തിൽ ശക്തിയുള്ളതിനോടൊക്കെ അവർ ആരാധിക്കാൻ തുടങ്ങി, ആദ്യം മനുഷ്യൻ. പിന്നാണ് റിലീജിയന്റെ അല്ലെങ്കിൽ മതങ്ങളുടെ സ്വാധീനം ഉണ്ട്. ആദ്യം മനുഷ്യന് മതങ്ങളൊന്നും ഇല്ലായിരുന്നു. എബ്രഹാം ഒരു പാഗൻ ഫാമിലിയിൽ നിന്നാണ്, വിഗ്രഹങ്ങളെ വർഷിപ്പ് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് വന്നതെന്ന് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. അപ്പോൾ പുറപ്പാട് പുസ്തകത്തില് അഹരോൻ ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ദൈവം വിഗ്രഹങ്ങളിലൂടെ അവരുടെ മുന്നിൽ, അല്ലെങ്കിൽ ആ ദൈവത്തോട് അടുക്കാൻ വേണ്ടി അവർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിനെ നമസ്കരിക്കുകയും ചെയ്യുന്ന രീതി നേരത്തെ ഈ പാഗൻ കൾച്ചറിൽ നിന്ന് അഹരോൻ സ്വാധീനിക്കപ്പെട്ടതായിരിക്കാം. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേഹിയുടെ ഈ ആറ്റിറ്റ്യൂഡാണ്. ദേഹിക്ക് രക്ഷിക്കാനായി മുന്നിൽ ഒരാളെ വേണം, ശക്തനായ ഒരാളെ, പ്രാർത്ഥിക്കാനായ ഒരാളെ വേണം. അപ്പോൾ എന്ത് ചെയ്തു? മനുഷ്യൻ തന്നെ മനുഷ്യന്റെ നിരൂപണത്തിൽ, മനുഷ്യന്റേതായ ചിന്തകളിൽ ദൈവങ്ങളെ സൃഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ അദർശനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള നാൽക്കാലി, ഇഴജാതി, പക്ഷി, ജന്തു, മനുഷ്യൻ എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. എന്തുകൊണ്ടാണ്? ഈ ദേഹിക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയത്തില്ല. ആത്മാവിന് മാത്രമേ ദൈവത്തിനെ അറിയാനും ദൈവിക കാര്യങ്ങൾ അന്വേഷിക്കാനും കഴിയത്തുള്ളൂ. അപ്പോൾ ആത്മാവില്ലാത്ത മനുഷ്യൻ ദേഹിയിൽ ഒരു ഉത്തരത്തിലെത്തും. ഇന്ന് പലപ്പോഴും ആത്മാവില്ലാതാണ് പല ആൾക്കാരും ദൈവത്തെ അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് അനുഗ്രഹങ്ങളുടെ പുറകെ ആൾക്കാർ പോകാൻ കാരണം. ആത്മാവ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? യഥാർത്ഥ ദൈവത്തിലേക്ക് അടുപ്പിക്കത്തുള്ളൂ. അപ്പം ആൾക്കാർക്ക് കോമൺ റെവലേഷനിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ്? ദൈവം ശക്തനാണ്. അപ്പൊ ദൈവത്തിന്റെ അടുത്ത് പോയാൽ എന്തെങ്കിലും കിട്ടും. ഇപ്പൊ ലോകത്തിലുള്ള പലതരം ദൈവങ്ങൾ ഇന്നുണ്ട്. ആ ദൈവങ്ങളുടെ എല്ലാ ദൈവങ്ങളും, ആ ദൈവങ്ങളിൽ നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി കൺവിൻസ്ഡ് ആയ ഏതൊരു ദൈവത്തിന്റെ അടുത്ത്, ശക്തിയുള്ള, ഇച്ചിരി കൂടുതലുള്ള ദൈവം, യേശുക്രിസ്തു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുന്നു. അപ്പോൾ സാധാരണ ഒരു മനുഷ്യൻ മനസ്സിലാക്കുകയാണ്, യേശുക്രിസ്തു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യുന്നു, എന്റെ അടുത്ത് ഒരുപാട് വിടുതലുകൾ ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ യൂട്യൂബിൽ കേൾക്കുന്നു, ടിവിയിൽ കാണുന്നു, യേശുക്രിസ്തു ശക്തനായ ദൈവമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യേശുക്രിസ്തുവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പൊ എന്ത് ചെയ്യും? ആൾക്കാർ യേശുക്രിസ്തുവിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇതാരുടെ നിരൂപണമാണ്? ദേഹിയുടെ നിരൂപണമാണ്. ദേഹിയാണ് ആ വ്യക്തിയെ അവിടെ കൊണ്ടുവരുന്നത്, ആത്മാവല്ല. അപ്പൊ ദേഹി ഒരാളെ ചർച്ചിൽ കൊണ്ടുവരുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് അറിയാം? അയാളുടെ ജഡം അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അതാണ് ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം ശക്തനാണ്. 2, ദൈവം നീതിമാനാണ്. അവൻ തെറ്റ് ചെയ്താൽ അടിക്കും, പാപം ചെയ്താൽ ശിക്ഷിക്കും എന്നുള്ളത് മാത്രമേ അറിയത്തുള്ളൂ.
അപ്പോൾ ആത്മാവിൽ മാത്രമേ, ദൈവത്തിന്റെ ആത്മാവിൽ മാത്രമേ നമുക്ക് ദൈവികപരമായ കാര്യങ്ങളെ അറിയാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ആത്മസ്നാനത്തിന്റെ ദൈവത്തിന്റെ ആവശ്യകത വരുന്നത്. ദൈവത്തിന്റെ ആത്മാവ്, കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കും എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ കർത്താവ് പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആത്മാവിനെ അധികമായി കൊടുക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു മനുഷ്യ മനസ്സിലുള്ളത് മനുഷ്യന്റെ ആത്മാവ് പറയുന്നത് പോലെ, മനുഷ്യനിലുള്ളത് മനുഷ്യന്റെ ആത്മാവ് പറയുന്നത് പോലെ ദൈവത്തിലുള്ളത് ദൈവത്തിന്റെ ആത്മാവിനെ പറയാൻ കഴിയത്തുള്ളൂ. ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ ആരായുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവികമായ പരമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ അറിയണമെങ്കിൽ എന്ത് വേണം? അവനിൽ ദൈവത്തിന്റെ ആത്മാവ് വേണം. ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിലേ നമുക്ക് എന്താണ് ക്രിസ്ത്യാനിറ്റി എന്നൊരു ക്ലിയർ പിക്ചർ കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് ലോകം നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ ദേഹി നമ്മളോട് ഇൻട്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് നമുക്ക് പറഞ്ഞു തന്ന, നമ്മുടെ സമൂഹം നമുക്ക് കാണിച്ചു തന്ന, യൂട്യൂബ് നമുക്ക് കാണിച്ചു തന്ന, അല്ലെ TV നമുക്ക് കാണിച്ചു തന്ന കുറെ ക്രിസ്ത്യാനിറ്റി മാത്രമേ നമ്മുടെ ഉള്ളിൽ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്നത്തെ പല ഏത്തീസ്റ്റുകളും അവർ ക്രിസ്ത്യാനിറ്റിയെ കാണുന്ന ഡിഫറെന്റ് വ്യൂവിലാണ്. അവർ കാണുന്നത് ചൂഷണം ചെയ്യുന്ന ഒരു മതത്തെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? അവർക്ക് ആത്മാവില്ല. ആത്മാവില്ലാത്തവർ ദൈവത്തെ മനസ്സിലാക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. അവർ കണ്ടെത്തുന്ന, അവർക്ക് മനസ്സിലായ ഒരു ദൈവത്തെ ആയിരിക്കും അവർ അവരുടെ ബുദ്ധിയിൽ മനസ്സിലാക്കുന്നത്. ഞാനിവിടെ റോമാലേഖനത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ മനുഷ്യൻ അവന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളിൽ അവൻ തേജസ്സുള്ള ദൈവത്തിനെ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള നാൽക്കാലി ഇഴജാതി എന്നയുടെ രൂപമാക്കി മാറ്റിക്കളഞ്ഞു. മനുഷ്യൻ ഒരു കൺക്ലൂഷനിൽ എത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലയോ. ഇവിടെ നമ്മൾ ഈ 1-ാം അധ്യായം നോക്കുമ്പോൾ ഇവിടെ ഒരു വലിയ ഒരു ലൂപ്പ് പോലൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ മനുഷ്യൻ അവനൊരു ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങൾ, കോമൺ റെവലേഷൻ വെച്ചിട്ട് ദൈവം ശക്തനാണെന്നും ദൈവം നീതിമാനാണെന്നും അറിയാമല്ലോ. അത്രേ അവർക്കറിയാം. പക്ഷെ അവർക്ക് ദൈവത്തോട് ഭയം വന്നില്ല. ഇത് വെച്ചിട്ട് ദൈവത്തെ അന്വേഷിക്കാനും ദൈവത്തോട് ഭയം വന്നില്ല. എന്താണ് ഈ കോമൺ റെവലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരൊറ്റ കാര്യം കോമൺ റെവലേഷൻ കൊണ്ട്, സുവിശേഷം വെളിപ്പെടുന്നതിന് മുമ്പ് കോമൺ റെവലേഷൻ കൊണ്ട് ദൈവത്തോട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അടുക്കേണ്ടത്? കാരണം ഇതിനു മുമ്പേ സുവിശേഷം ഇല്ലായിരുന്നല്ലോ. ക്രിസ്തു വരുന്നതിന് മുമ്പേ സുവിശേഷം ഇല്ലായിരുന്നു. അപ്പോൾ സുവിശേഷം ഇല്ലാതിരുന്ന കാലത്തിൽ ഈ മനുഷ്യൻ അപ്പോൾ എങ്ങനെ ദൈവത്തെ കണ്ടുപിടിക്കും? പാപികൾക്ക് ദൈവത്തിന് അടുത്ത് പോകണമല്ലോ. അതുകൊണ്ടാണല്ലോ, എടുത്തു പോകാൻ കഴിയാത്തതുകൊണ്ടാണല്ലോ അവരവരുടെ നിരൂപണങ്ങളിൽ എത്തിയത്. അതിനകത്ത് ബൈബിൾ പറയുന്നത് സദൃശ്യവാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറയും. അപ്പൊ ഇംഗ്ലീഷിൽ പറയുന്നത് ഫിയർ ഓഫ് ഗോഡ് അല്ലെ, ദൈവത്തോടുള്ള ഭയം, അത് ജ്ഞാനത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. അതായത് ഒരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്ന, അവൻ ജ്ഞാനിയായി തീരുന്നതിന്റെ തുടക്കം ദൈവത്തിന്റെ കോമൺ റെവലേഷൻ വെച്ച് ദൈവത്തെ ഭയപ്പെടുന്നതാണ്. ഇങ്ങനൊരു അദൃശ്യനായ ദൈവമുണ്ട്, ആ ദൈവത്തിന് നീതിയുണ്ട്, ആ ദൈവത്തിന്റെ ആ ദൈവത്തിന് നിത്യശക്തിയും ദിവ്യത്വമായ സ്വഭാവമുണ്ട്. അപ്പൊ ഇത് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഭയം, ഇതാണ് ഒരു മനുഷ്യനെ ജ്ഞാനിയാക്കി മാറ്റുന്നതും ഒരു മനുഷ്യൻ ചെയ്യേണ്ട ദൈവം ആഗ്രഹിക്കുന്നത്. കോമൺ റെവലേഷൻ വെച്ച് ക്രിസ്തുവിന്റെ രക്ഷ വരുന്നതിന് മുമ്പ്, സുവിശേഷം കേൾക്കുന്നതിന് മുമ്പ് വരെയും ഒരു മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിച്ചിരുന്ന ഒറ്റ കാര്യം ഇത് മാത്രമാണ്. പക്ഷെ മനുഷ്യൻ പാപബോധവും കൊണ്ടും കുറ്റബോധം കൊണ്ടും അവന്റെ നിരൂപണങ്ങളിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പല നിരൂപണങ്ങളിലെത്തി പലതിന്റെ അടുത്തും ദൈവം എന്ന് അവർ വിചാരിച്ച് അതിന്റെയൊക്കെ അടുത്ത് പോകാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങൾ തമ്മിൽ അവമാനമാക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇവിടാണ് ദൈവത്തിന്റെ ശാപം വരുന്നത്. അതായത് ദൈവത്തിന്റെ ഗ്ലോറിയെ, ദൈവത്തിന്റെ ദൈവികമായ ദൈവ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിന്റെ തേജസ്സിനെ എന്ത് ചെയ്തു? മലിനമാക്കി. അപ്പോഴെന്താണ് ദൈവം അവരെ ചെയ്തത്? ഹൃദയങ്ങളുടെ മോഹങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തെന്നാണ് പറയുന്നത്. ഇന്ന് ലോകത്തിലെ മനുഷ്യരെ നോക്കി, എല്ലാവരും അവരുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളുടെ പുറകിലല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യരെയും നിയന്ത്രിക്കുന്നതാണ് ഹൃദയത്തിലെ മോഹങ്ങളാണ്. അല്ലാതെ ലോകത്തിൽ ഒരു ഹൃദയത്തിന്റെ മോഹം അന്വേഷിക്കുന്ന ഒരു വിശാപത്തിന്റെ കീഴിലാണെന്നാണ് ബൈബിൾ പറയുന്നത്. അവൻ പഴയ കഠിന ഹൃദയത്തിനെ നിയന്ത്രിക്കപ്പെട്ട മനുഷ്യനാണ്. പഴയ ജഡീക ഹൃദയമാണ് അവനിൽ ഇരിക്കുന്നത്. ആ ഹൃദയമാണ് അവനെ സ്വന്തം മോഹങ്ങളെ. അപ്പം ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവത്തിനടുക്കൽ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ ഹൃദയമാണല്ലോ കൊണ്ടുവന്നത്, ദേഹിയാണല്ലോ കൊണ്ടുവന്നത്. അതുകൊണ്ട് എന്തിനായിരിക്കും? ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹമായിരിക്കും, ചിലപ്പോൾ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമായിരിക്കും, ചിലപ്പോൾ ഇതൊക്കെ ദൈവം തന്നിരിക്കും. കാരണം ദൈവം അവന്റെ കോമൺ ഗ്രേസ്, അതായത് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും അവൻ ദുഷ്ടന്റെ മേലും നീതിമാന്റെ മേലും മഴ പെയ്യിപ്പിക്കുന്നു, സൂര്യനെ ഉദിപ്പിക്കുന്നു. അപ്പൊ ദൈവം കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും ഭക്ഷണം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പിശാചാണോ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത്? എല്ലാവരും പോയി അമ്പലങ്ങളിൽ ഇവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുന്നു. ഭക്ഷണം അവർക്ക് കിട്ടുന്നത് ദൈവം തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഭക്ഷണം ആവശ്യം പോലെ കൊടുക്കുന്നുണ്ട്, ചോദിക്കുന്നതിൽ അധികം കൊടുക്കും, ചിലവർക്ക് അനുഗ്രഹം എല്ലാം കൊടുക്കും. പക്ഷേ ദൈവികപരമായ രക്ഷാകരമായ സ്വർഗീയമായ ദാനങ്ങൾ അത് സഭയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആത്മാവുള്ളവർക്ക് മാത്രമേ അത് അന്വേഷിക്കാൻ കഴിയത്തുള്ളൂ, അത് ലഭിക്കത്തുള്ളൂ. അപ്പൊ ആത്മാവുള്ളൊരു മനുഷ്യന് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ഇത് അന്വേഷിക്കാൻ, ഇതിനുവേണ്ടി ദാഹിക്കാനും കഴിയത്തുള്ളൂ. അപ്പൊ ഈ ഹൃദയത്തിന്റെ മോഹങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ.
ഈ മനുഷ്യൻ സ്വാഭാവികമായി അവന്റെ അന്വേഷണ ബുദ്ധി ദൈവം അവനെ ശാപത്തിന്റെ കീഴിലാക്കി, അവന് ഹൃദയത്തിന്റെ മോഹങ്ങളാൽ വശീകരിക്കപ്പെടുവാൻ തുടങ്ങി. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അവൻ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനമാക്കേണ്ട അശുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ ഇന്ന് കാണുന്ന ഹോമോസെക്ഷൽ ബിഹേവിയർ ഒക്കെ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണെന്ന് അറിയോ? നമ്മൾ ഇതിനെയൊക്കെ ഭയങ്കര മ്ലേച്ഛപരമായി കാണുന്നുവെങ്കിലും ഇതിന്റെ വളരെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് സ്വന്തം ഇഷ്ടങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഹൃദയം. ഇതിന്റെ വളരെ മൈനറായ ആൾക്കാർ. അപ്പൊ നമ്മൾ ചോദിക്കും, ഇവരെന്ത് പാവം ചെയ്യുന്നത്? നമ്മളും അതേ സംഭവം തന്നെ. അതിന്റെ ചെറിയ പോയിന്റ് അല്ലെങ്കിൽ ചെറിയ പോയിന്റ് 1 അല്ലെ 1 എന്നുള്ള ഒരു സ്റ്റേജിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. മോഹം അന്വേഷിക്കുന്ന ജനറേഷന്റെ ഹയർ ലെവലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഡ്രഗ്സിനും സെക്ഷൽ അങ്ങനെയുള്ള തലങ്ങളിലേക്ക് പോകുന്ന തലമുറകളെ നമ്മൾ കാണുന്നത്. അത് മോഹത്തിന്റെ ഹയർ ലെവലാണ്. നമ്മളെ നിയന്ത്രിച്ചിരുന്നത് മോഹത്തിന്റെ ചെറിയ ലെവലുകളായിരിക്കും. രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേ വൃക്ഷത്തിന്റെ ബലം തന്നെയാണ് രണ്ടും. അപ്പോൾ ഇവിടെ പറയുന്നത് സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനമാക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമല്ലാത്തതിന് തക്കവണ്ണം. അപ്പോൾ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമല്ല എന്നാണ് അവിടെ പറയുന്നത്. എന്താണ് ദൈവത്തിന്റെ പരിജ്ഞാനം? ദൈവത്തിന്റെ പരിജ്ഞാനം ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതായിരുന്നു അല്ലെ? സുവിശേഷം വരുന്നതിന് മുമ്പേ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തെ ഭയപ്പെടാതെ അവർ അവരുടെ നിരൂപണങ്ങളിൽ വൃദ്ധരായി തീർന്നു. മനുഷ്യൻ ദൈവത്തോടുള്ള എതിർപ്പിൽ നിന്നാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇവർ വിഗ്രഹങ്ങളുടെ കീഴിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർക്ക് കുറ്റബോധം വന്നു. അവർക്ക് ദൈവത്തെ പറ്റി, നിത്യനായ ദൈവമാണ് ശിക്ഷിക്കും എന്നൊക്കെ മനസ്സിലായി. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറ്റബോധമുണ്ട്. കുറ്റബോധം അവരെ ഒരു വിഗ്രഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിൽ എന്തൊക്കെ അവർ ചെയ്താലും ദൈവത്തിന്റെ ജ്ഞാനത്തിന് വിപരീതമായിട്ടേ ചെയ്യത്തുള്ളൂ. അതാണ് ഈ ഏത്യസ്റ്റ് ആയാലും വിഗ്രഹം ഉണ്ടാക്കാതിരുന്നാലും വിഗ്രഹം ഉണ്ടാക്കിയാലും എല്ലാം ദൈവത്തിന്റെ തേജസ്സിനെ മലിനമാക്കിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് അവർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, ക്ഷയമുള്ള മനുഷ്യൻ എന്നിവയാക്കി മാറ്റിക്കളഞ്ഞു. നിന്റെ തേജസ്സാക്കി മാറ്റിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇവരെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ കോപം ഇവരിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. ഇനി ഈ വിഗ്രഹങ്ങളുടെ അടുത്തേക്കാണല്ലോ പോകുന്നത്. പിന്നെ ഇവർക്ക് എന്താ സംഭവിക്കുന്നത്? പിന്നെയും ദൈവകോപം ഇവരിലേക്ക് വരികയല്ലേ ചെയ്യുന്നത്? ദൈവകോപം ഇവരിലേക്ക് വരികയും ഇവർ പിന്നെയും മോഹങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയും പിന്നെയും ഇവരുടെ കുറ്റബോധം കാരണം പിന്നെ ഇവരെന്ത് ചെയ്യും? വീണ്ടും വിഗ്രഹത്തിനടുത്ത് പോകും. പിന്നെയും മോഹങ്ങളാൽ നിയന്ത്രിക്കപ്പെടും. വീണ്ടും വിഗ്രഹങ്ങളെടുത്ത് പോകും. അങ്ങനെ ഒരു സർക്കിൾ പോലെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇതുപോലാണ്. ഈ ലൂപ്പിൽ നിന്ന്, ഈ ഒരു സർക്കിളിൽ നിന്ന് ഒരു മനുഷ്യനും സ്വയമേ എടുത്ത് പുറത്ത് ചാടാൻ കഴിയത്തില്ല. ആ ഒരു വഴി മാത്രമേ ഉള്ളൂ ഈ സർക്കിളിൽ നിന്ന് പുറത്തു പോകുവാൻ. യേശുക്രിസ്തു മനുഷ്യന്റെ രക്ഷയ്ക്കായി ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവ് യേശുക്രിസ്തു. അപ്പൊ ഈ ഒറ്റ നാമം, യേശുക്രിസ്തുവിന്റെ സുവിശേഷം ആണ് ഈ മനുഷ്യനെ ഈ കുഴിയിൽ നിന്ന്, പാപത്തിന്റെ കുഴിയിൽ നിന്ന്, ഈ ട്രാപ്പിൽ നിന്ന് രക്ഷിക്കുന്നു, കെണിയിൽ നിന്ന് രക്ഷിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ദാസന്മാരെ കാലാകാലങ്ങൾ വീണ്ടെടുക്കുകയും സമയമായപ്പോൾ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിലൂടെ കർത്താവിൻ അനേകരടുത്തേക്ക് ഈ സത്യസുവിശേഷം എത്തിക്കുകയാണ്. അപ്പൊ അതുവരെയും സുവിശേഷം ഒരു നിഴലായി, ഒരു മറയായി, ഫുള്ളി കാണാൻ പറ്റാത്ത വിധമാണ് ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ ഇരുന്നത്. അപ്പോൾ ക്രിസ്തുവിലുള്ള സുവിശേഷം, ക്രിസ്തുവിലുള്ള മെശിഹയുടെ രക്ഷ അതൊരു വാഗ്ദത്തമായി ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും അത് ഓരോ ദൈവം ഉപയോഗിക്കുന്ന ലീഡേഴ്സിലൂടെ അല്ലെങ്കിൽ ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികളിലൂടെ അതിങ്ങനെ വെളിപ്പെട്ട് വരുന്നതാണ്. അത് മറന്നിക്ക് വരുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇതിലേക്ക് ആശ വെച്ചിരിച്ച്, ദൈവത്തിൽ പ്രത്യാശ വെച്ച്, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരുടെയും വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരുമാണ് ആ ഒരു ദൈവത്തിൽ നിലനിൽക്കുന്നതും ആ രക്ഷയിൽ നിലനിൽക്കുന്നതായിട്ടും നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന റെവലേഷനിൽ സാറ്റിസ്ഫൈഡ് ആയി, ദൈവം കൊടുത്തിരിക്കുന്ന പ്രോമിസസിൽ സാറ്റിസ്ഫൈഡ് ആയി, അതിൽ ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരിലാണ് നമ്മൾ പഴയ നിയമത്തിൽ അങ്ങനെയുള്ളവരെ കാണാം. അങ്ങനെയുള്ളവർ യഥാർത്ഥത്തിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട പഴയ നിയമ വിശ്വാസികളാണ്. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രക്ഷ എല്ലാവരിലേക്കും എത്തിയിട്ടില്ല. ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമേ നൽകപ്പെട്ടുള്ളൂ. അവിടെ ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെ മേൽ ദൈവം അവർക്കും കണ്ടുപിടിക്കാനൊന്നും കഴിയത്തില്ല ദൈവത്തെ. ദൈവത്തെ സ്വയമേ കണ്ടുപിടിച്ചൊന്നുമല്ല. ദൈവത്തിന്റെ ആത്മാവ് മോശയ്ക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തതാണ്. ദൈവത്തിന്റെ ആത്മാവ് മോശയുടെ ഉള്ളിലേക്ക് വന്നു, എബ്രഹാമിന്റെ ഉള്ളിലേക്ക് വന്നു. അതുപോലെ വിശുദ്ധന്മാരിലെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് വന്നു. യേശുക്രിസ്തു വരുന്നിടം വരെ അവിടെ അങ്ങനെ ഒരു സ്പ്രെഡായി സുവിശേഷത്തിലൂടെ എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല. അവിടെയും പക്ഷേ എല്ലാവരും ഫെയ്ത്തിനാലും ദൈവത്തിന്റെ കൃപയാലും വിശ്വാസത്താലും മാത്രമാണ് രക്ഷിക്കപ്പെടുന്നത്. കാര്യം ദൈവത്തിന്റെ പ്രോമിസസ്, തൻ്റെ ദാസന്മാരിലൂടെ വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിന്റെ കൽപ്പനകൾ, അത് വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ആ ദൈവം വെച്ചിരിക്കുന്ന കൽപ്പനകൾ പ്രമാണിക്കുകയും എല്ലാത്തിനും ഉപരി ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവർ വരാനിരിക്കുന്ന മെശിഹയിലേക്ക്, ക്രിസ്തുവിലേക്ക് അവർ പ്രത്യാശിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ക്രിസ്തുവിനെ കഴിഞ്ഞ കർത്താവ് നമുക്ക് വേണ്ടി മുമ്പേ മരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിലേക്ക് നോക്കി വിശ്വസിക്കുകയാണ്, പുറകോട്ട് നോക്കി വിശ്വസിക്കുന്നത് പോലെ ഇസ്രായേൽ ജനങ്ങൾ വരാനിരിക്കുന്ന മെശിഹയെ നോക്കി വിശ്വസിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ആ വിശ്വാസം
ദൈവത്തിൻ്റെ ശേഷിപ്പ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിൽ അത് നിലനിൽക്കുകയും അവർ ആണ് ഈ രക്ഷ കൈവരിക്കുകയും ചെയ്യുന്നത്. അവർ ആ വിശ്വാസവും അവരുടെ എല്ലാ രക്ഷാകരമായ പ്രവൃത്തിയും ദൈവത്തിൻ്റെ ഫ്രീ ഗിഫ്റ്റായിട്ട് തന്നെയാണ്. അതൊരു നിയമം പൂർണ്ണമായും അനുസരിച്ചതുകൊണ്ടല്ല, അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ഗിഫ്റ്റായിട്ട് മാത്രം. കാരണം നിയമം ആർക്കും അനുസരിക്കാനും അത് കംപ്ലീറ്റ് ചെയ്യാനും പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ അത് പൂർത്തീകരിക്കുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. സുവിശേഷം പൂർണ്ണമായി ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിനകത്ത് സർവ്വ മനുഷ്യരും ഈ രക്ഷാകരമായ സുവിശേഷത്തിന്റെ ടൈമിലേക്ക് വരുന്നത് അത് ക്രിസ്തുവിന് ശേഷമാണ്. എന്നാൽ അതിനു മുമ്പുള്ളവരും ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:28 വായിക്കോ. ഞാൻ സകല ജഡത്തിലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും ബുദ്ധിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസന്മാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അപ്പൊ ഇത് വരാനിരിക്കുന്ന, അതായത് ഇത് പഴയ നിയമത്തിലൊരു പുസ്തകമാണ്. വരാനിരിക്കുന്ന നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല ജഡങ്ങളുടെ മേലും സകല ജാതികളുടെ മേലും ദൈവം അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നമുക്ക് കാണാൻ കഴിയും. സകല ജാതികളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരികയും അവർ ദൈവത്തിന്റെ ജീവനെ പ്രാപിക്കുകയും ചെയ്യുന്നു. അതാണ് ദൈവത്തിന്റെ പ്രോമിസ്. അപ്പൊ അതിലേക്കാണ് ഇന്ന് വിശ്വാസികളായ ഓരോ മനുഷ്യരും എത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ഒരു രക്ഷയാണ് എല്ലാ മനുഷ്യർക്കും വേണ്ടുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അത് സ്വാഭാവികമായും എല്ലാ മനുഷ്യർക്കും, ഇപ്പൊ നമ്മൾ പാപികളാണ് എന്ന് അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്നത് എന്താ, അവർ ഓരോതരം പാപങ്ങളൊക്കെ ചെയ്യുന്നത് വെച്ചിട്ടാണ് പാപികളാണെന്ന് മനസ്സിലാകുന്നത്. പക്ഷേ ബൈബിള് പറയുന്നത് എല്ലാ മനുഷ്യരും അവരവരുടെ നേച്ചർ കൊണ്ട് പാപികളാണ്. അതായത് യേശുക്രിസ്തു ദൈവത്തിന്റെ ആത്മാവ് അവർ മരിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയതോടെ ആത്മീയ മരണം സംഭവിച്ചു. ആ മനുഷ്യന് എന്ത് ചെയ്യായി തീർന്നു? മരണത്തിന്റെ കീഴിലായി തീർന്നു. അപ്പൊ മരണത്തിന്റെ കീഴിലായിരുന്ന എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ആത്മാവില്ലാത്ത എല്ലാ മനുഷ്യരിലും പാപമാണ് ഭരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, മരണമാണ്, ആത്മീയ മരണം സംഭവിച്ചു. മരണമാണ് ഒരു മനുഷ്യനിൽ ഇരിക്കുന്നത്. ഈ പാപത്തിന്റെ ശക്തി എന്തുവാ? മരണമാണ്. പാപം വർക്ക് ചെയ്യുന്നത് ഈ ത്രൂ മരണത്തിലൂടെയാണ്. ഇപ്പോൾ ആത്മാവില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലോകത്തിലെ ജീവിതമാണല്ലോ അവന് വലുത്. അപ്പൊ അവനെ നിയന്ത്രിക്കുന്ന എന്താ? മരണത്തിന് കീഴിലുള്ള ജീവിതമാണ്. ജീവിക്കണം, രക്ഷപ്പെടണം, സെക്യൂർഡ് ആവണം, കൂടുതൽ ലൈഫിൽ സെക്യൂരിറ്റി വേണം, സമ്പാദിക്കണം. അപ്പം അതാണ് അവന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് മരണത്തിന് കീഴിലുള്ള ജീവിതമാണ്. ഇത് തന്നെയാണ് പാപത്തിന്റെ ശക്തി. നിലനിൽപ്പിന് വേണ്ടി നമ്മൾ എല്ലാം ചെയ്യുന്നത്, നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം. അപ്പൊ അല്പകാലേ ഉള്ളു ജീവിതം സുഖിക്ക്, എന്തിനാ വെറുതെ നഷ്ടപ്പെടുത്തുന്നത്? എന്റെ പാപചിന്തകൾ വരുവാണ്. അപ്പൊ പാപചിന്തകൾ വരുമ്പോഴും എന്റെ ഉള്ളിൽ തോന്നിയാണ്, ഇതൊക്കെ തെറ്റല്ലേ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ, നീ ഇതൊക്കെ കടിച്ചു പിടിച്ചിരുന്നിട്ട് വല്ല ആവശ്യമുണ്ടോ? ഇനി 80 വർഷമല്ലേ ഉള്ളു ജീവിക്കാൻ, ഉള്ള ജീവിതം എൻജോയ് ചെയ്യണ്ടേ? നീ എന്തിനാ ഇതൊക്കെ? ആരെ കാണിക്കാനാണ്? ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ്? ആ മരണമല്ലേ എന്നെ നിയന്ത്രിക്കുന്നത്? 80 വർഷം 70 വർഷം മരണമാണ് എന്നെ എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്. അത് തന്നെയാണ് പാപത്തിന്റെ ശക്തി എന്ന് പറഞ്ഞത്. പാപത്തിന്റെ ശക്തി മരണമാണ്. അപ്പൊ ആത്മാവ് ജീവനായില്ല എങ്കിൽ എല്ലാവരും ഈ മരണത്തിന്റെ കീഴിലുള്ള ജീവിതമായി. ഇപ്പോൾ നമ്മുടെ ജഡമെന്ന് പറയുന്നത് ദൈവത്തെ ഒരിക്കലും കണ്ടെത്തുന്നില്ല എന്ന് മനസ്സിലായി. ജഡം ഒരിക്കലും നമുക്ക് പാപത്തിൽ നിന്ന് രക്ഷയും വരുത്തുന്നില്ല. ഇനിയിപ്പോ ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് രക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് മാത്രമേ ഉള്ളൂ നമുക്ക് വഴി. യോഹന്നാന്റെ സുവിശേഷത്തില് ഒരു വാക്യം ഇങ്ങനെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 3:3, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കൺവിൻസ്ഡ് ആകേണ്ടത് ഇതിന് പുറത്തൊരു ലോകമുണ്ട് എന്നുള്ളതാണ്. ഇതിന് പുറത്തൊരു രാജ്യമുണ്ട്, നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സത്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ട്രൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കാണുന്നതായിരിക്കണമെന്നില്ല, കാണുന്നതെല്ലാം സത്യമായിരിക്കണമെന്നില്ല, അല്ലെ? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് ഒരു ഇല്യൂഷൻ ആയിരിക്കാം. ഇപ്പൊ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, മഴവില്ല് അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടോ? ആകാശം അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടോ? ആകാശം ഉണ്ടോ? കണ്ണിന് തോന്നലാണ് ആകാശം. ആകാശമില്ല. മേഘമുണ്ട്, ആകാശമില്ല. മഴവില്ല് അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഇല്ല, കണ്ണിന്റെ തോന്നലല്ലേ. ഇപ്പൊ കാണുന്നതെല്ലാം സത്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. ഇപ്പോൾ എല്ലാം ഇപ്പം പല ആൾക്കാരും പറഞ്ഞു, ഞാൻ കാണുന്നത് വിശ്വസിക്കത്തുള്ളൂ, അനുഭവിക്കുന്നത് വിശ്വസിക്കത്തുള്ളൂ. ഞാൻ എന്ന് വിശ്വസിക്കുന്ന ഈ പ്രപഞ്ചം മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര വലിയ ഒരു കാര്യമാണെന്നാണ്. ഈ പ്രപഞ്ചം എത്രയോ വലുതാണ്. ഈ മനുഷ്യന് ഒരിക്കലും അവന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സെൻസ് ചെയ്യാൻ കഴിയാത്ത പലവിധ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റൂമിനകത്ത് നിങ്ങൾക്ക് ചെവിയിൽ കേൾക്കാൻ പറ്റുന്ന സൗണ്ടിന്റെ ലിമിറ്റ് ഉണ്ട്. അതിൽ കുറഞ്ഞ സൗണ്ട്, ഇത്ര ഹെഡ്സിന് ചെറിയ സൗണ്ടും ഇത്ര ഹെഡ്സിന് കൂടി. ഇപ്പൊ സ്പേസിൽ ഇപ്പോൾ ഒരു സ്ഫോടനം നടക്കുന്നുണ്ട്, നിങ്ങൾ അത് കേൾക്കുന്നില്ല, സെൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇവിടുത്തെ പട്ടികൾ കേൾക്കുന്ന പല സൗണ്ടുകളും നമ്മളാരും കേൾക്കുന്നില്ല. അപ്പോൾ കേൾക്കുന്നതും കാണുന്നതും മാത്രമാണ് സത്യം എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അപ്പം വരാനിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, നിത്യമായ ഒരു സത്യമുണ്ട്, നിത്യമായ ഒരു രാജ്യമുണ്ട്, സ്വർഗീയമായ ഒരു രാജ്യമുണ്ട്. അവിടെ ദൈവം നമുക്ക് വേണ്ടി പല കാര്യങ്ങളും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്.
ഇപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ ആത്മാവില്ലാത്തൊരു മനുഷ്യൻ ഇത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അത് വെളിപ്പാടായി മാറത്തില്ല. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ടാണ് വരുന്നത്. ഞാനിത് പല കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആണ്, ഒരു അറിവാണ്, പുതിയൊരു അറിവ്. അതിനപ്പുറം ഒരു വെളിപ്പാടായി മാറണമെന്നില്ല. വെളിപ്പാടാണ് നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് പല കാര്യങ്ങളും. പക്ഷെ ഞാൻ ഈ പറയുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. കാരണം ഇതാണ് ദൈവം വെളിപ്പാടാക്കി മാറ്റുന്നത്. വചനമാണ് ദൈവം ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ അത് ജീവനാക്കി മാറ്റുന്നത്. അപ്പൊ ഞാനിത് പറയുന്നത് വേണം. അതുകൊണ്ടാണ് ശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത്. അപ്പോൾ ആ ഇൻഫർമേഷൻ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പോൾ വരാനിരിക്കുന്ന ഒരു നമുക്ക് കാണാൻ കഴിയാത്ത ഒരു നിത്യതയും നിത്യമായതും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ, നമ്മുടെ ഈ ഭൂമി താൽക്കാലികമാണ്, ഒരു അവസാനമുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു തുടക്കവും അവസാനവും ഉണ്ടെന്ന് ഇന്ന് ലോകത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. സയന്റിസ്റ്റുകൾ അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യത്തിനും എക്സ്പയർ ഉണ്ട്. ഒരിക്കൽ ഇതെല്ലാം അവസാനിക്കും. നമ്മൾ എന്ത് നോക്കി, എന്തായാലും നമ്മുടെ ശരീരമാണെങ്കിൽ തന്നെ എക്സ്പയർ ആവും. മരണത്തിന്റെ കീഴിലുള്ള നിത്യമായതല്ല, ടൈമിന് കീഴിലുള്ളതല്ല. അപ്പോൾ അത് തന്നെ ഇത് ശാശ്വതമല്ല എന്നാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ചെറുതായിട്ടൊരു സമയത്ത് ചുമ്മാ ഒരു കാരണമില്ലാതെ ഭൂമി ഉണ്ടായി വന്നു, പെട്ടെന്ന് അതങ്ങ് അവസാനിച്ചോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സമയമാകുമ്പോൾ അതങ്ങ് അതിന്റെ കാലത്തിൽ അത് അവസാനിച്ച് തീരുന്നോ? ഒരു പർപ്പസും ഇല്ലേ? എന്താണ് ഇതിന്റെ കോസ്? എന്താണ് ഇതിന്റെ കാരണം? ഭൂമി ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഇതിന്റെ പുറത്ത് എന്തെങ്കിലും നിത്യമായതുണ്ടോ? ഇവിടൊക്കെയാണ് പല ഫിലോസഫിക്കൽ തോട്ട്സും അല്ലെങ്കിൽ പല തത്വചിന്തകളും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ലോകത്തിലുള്ള എല്ലാ തത്വചിന്തകളെക്കാളും ഏറ്റവും ക്ലാരിറ്റി ഉള്ള വേൾഡ് വ്യൂ എന്ന് പറയാൻ ബൈബിളാണ്. ഇപ്പൊ ഞാൻ ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആത്മീകമായ വിഷയങ്ങൾ ആത്മാവിനാൽ മനസ്സിലാകുന്നിടം വരെയും എനിക്കിതൊരു ഭൗതിക തലത്തിലെ ഒരു ഐഡിയയുടെ തലത്തിലെ എനിക്ക് നിങ്ങളോട് അവതരിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയേണ്ടി വരുന്നത്. ഒരു നമുക്ക് നിത്യമായ ഇതല്ല താൽക്കാലികമാണ്, ഇതെല്ലാം താൽക്കാലികമാണ്. നിത്യമായ ഒരു രാജ്യമുണ്ട്, നിത്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യണം. താൽക്കാലികമാണ് എന്ന് ഞാൻ പറയാൻ കാരണം എന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് ഞാൻ പറയാം. എന്റെ ലൈഫിൽ ഞാൻ കുറെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറുപ്പകാലം തൊട്ട് ചിന്തിക്കുമായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിലവരുടെ ലൈഫിൽ സംഭവിക്കുന്നു. ചിലവരുടെ ലൈഫിൽ ഭയങ്കര സന്തോഷം, ഭയങ്കര സമാധാനം. എന്റെ ലൈഫിൽ അത്രയൊന്നും ഇല്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും, എന്നെ മാക്സ് കഷ്ടപ്പെട്ടിട്ടും എനിക്ക് അത്ര വീതം പല കാര്യങ്ങളിലും റിസൾട്ട് ഇല്ല. അപ്പൊ പല കാര്യങ്ങളും എന്റെ നിയന്ത്രണങ്ങൾക്കപ്പുറം ആരാണ്ടോ ചരട് വലിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ആരാണ് ഇത് നമ്മൾ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം ഒന്ന് നമ്മളൊരു ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയും. നമ്മൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എല്ലാം ഭയങ്കര ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഭയങ്കര ഇല്യൂഷൻ ആയിരിക്കുന്നു, മായയായിരിക്കുന്നു. അതുകൊണ്ടാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞത് എല്ലാം എന്താണ് മായെന്ന്. അത് മനസ്സിലാക്കാൻ. അപ്പൊ ഇന്ന് അതിനുശേഷം പല തത്വചിന്തകന്മാരും അവരെല്ലാം മനസ്സിലാക്കിയിരുന്നത്, അതായത് ക്രിസ്തു ഇല്ലാത്ത ആൾക്കാരെല്ലാം മനസ്സിലാക്കിയിരുന്നത്, ക്രിസ്തു ഇല്ലാത്ത എല്ലാവരും മനസ്സിലാക്കിയിരുന്നത് എന്താണ്, ഇതെല്ലാം ഒരു മായയാണ് എന്നുള്ള തരത്തിലാണ്. അപ്പൊ ക്രിസ്തു ഇല്ലാതെ ഇതൊന്നും മനസ്സിലാകുന്നില്ല. ക്രിസ്തു വരുമ്പോഴാണ് എന്തുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നു, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു ക്ലാരിറ്റി വരുന്നത്. ഇപ്പൊ സയൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ് അല്ല, ഇംപെർഫെക്റ്റ് ആണ്. അതായത് ഒരിക്കലും ഒരു ക്ലാരിറ്റി വരുത്തുന്നില്ല സയൻസ്, അല്ലെ? ഇന്ന് പറയും, നാളെ ഇപ്പം ഒരു എന്താ പറയുന്നത്, ഇതാണിത് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് എന്ന് പറയുന്നില്ല. ക്ലാരിറ്റി ഇല്ല. അപ്പോൾ നമ്മുടെ എല്ലാ ചോദ്യങ്ങളും, ലോകത്തിലുള്ള നിങ്ങൾ ഏത് ഫിലോസഫി എടുത്തു നോക്കിയാലും, ഏത് തത്വചിന്തകൾ എടുത്തു നോക്കിയാലും, ക്രിസ്തുവിനെ അതിന്റെ ഇടയ്ക്ക് കൊണ്ട് വെക്കാതെ ഇതൊന്നും കംപ്ലീറ്റ് ആകുന്നില്ല. ഇനി ഏത് വിഭാഗങ്ങളായാലും ഒന്നും കംപ്ലീറ്റ് ആകുന്നില്ല. ഞാൻ പറയാൻ കാരണം അതിനൊരു ഒരു പൂർണ്ണതയില്ല. മനസ്സിലായോ? ഭൂമി എന്തിനാ അവസാനിച്ച്, എന്ത് തുടങ്ങി, ഒരു പൂർണ്ണത, ടൈം എന്തിനാ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നു. ഇതൊക്കെ ഇപ്പോഴേ ആകെ സയൻസ് പറയുന്നത് എന്താണ്? സയൻസ് പറയുന്നത് ഈ ടാബ് ഇവിടെ ഇരിക്കുന്നു, ഫോൺ ഇവിടെ ഇരിക്കുന്നു. ടാബിന് ഇത്ര വിസ്തീർണമുണ്ട്, ഫോണിന് ഇത്ര നീളമുണ്ട്, വീതിയുണ്ട്. അത് ഇരിക്കുന്നത് ഇന്നതിന്റെ മുകളിലാണ്. അതിന്റെ താഴെ ഒരു മാറ്റ് വിരിച്ചിട്ടുണ്ട്, അതിന്റെ താഴെ മണ്ണുണ്ട്, സിമെന്റ് ഉണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്. എന്തിനതൊക്കെ ആയിരിക്കുന്നു, എങ്ങോട്ട് ഇതൊക്കെ പോകുന്നു എന്ന് പറയാൻ കഴിയത്തില്ല. അപ്പൊ അത് എന്തിനു മാത്രമേ കഴിയത്തുള്ളൂ? ക്രിസ്തു വന്നാലേ മാത്രം. ഇപ്പം C.S. ലൂയിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു, സ്കോളറായിരുന്നു. അപ്പോഴേ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ കിഴക്കുദിക്കുന്ന പോലാണ് എന്നാണ് പറയുന്നത്. അതായത് സൂര്യൻ കിഴക്കുദിക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? സൂര്യൻ കിഴക്കുദിക്കുമ്പോൾ എന്തൊക്കെ കാണാൻ കഴിയും? അല്ലെങ്കിൽ എന്താണ് കാണുന്നത്? വെളിച്ചമാണ് കാണുന്നത്. സൂര്യൻ കിഴക്കുദിക്കുമ്പോൾ കാണുന്നത് നമുക്ക് എല്ലാം കാണാൻ കഴിയും, അല്ലെ? എല്ലാം കാണാൻ കഴിയും. ഇതുപോലാണ് ക്രിസ്ത്യാനിറ്റി. ക്രിസ്തു നീതി സൂര്യൻ, ക്രിസ്തു അവിടെ വന്ന് നിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ വെളിച്ചം എന്താണ് നടക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, എല്ലാം നമ്മളെ കാണിക്കും. വേറെ ഒരു ചിന്തകളും അല്ലെ വേറെ ഒരു തത്വങ്ങളും വേറെ ഒരു ഫിലോസഫിയും ലോകളും ഒന്നും പ്രപഞ്ചത്തിന്റെ ആദ്യ അവസാനം പറയുന്നില്ല. ഇപ്പം നമ്മൾ ടൈമിനെ പറ്റി പഠിച്ച ഏറ്റവും വലിയ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഹോക്കിങ്സ്. അതെ, അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ.
ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പൊ ഇവരൊക്കെ ഒരിക്കലും ടൈം എവിടെ നിന്ന് അല്ലെങ്കിൽ എന്തിനിങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നു, ഇതിന്റെയൊക്കെ തുടക്കം എവിടെ, അല്ലെങ്കിൽ ഇതൊക്കെ എന്തിന് കാരണത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഉദ്ദേശം എന്തെന്നും എവിടെ തുടങ്ങിയിരിക്കുന്നതെന്നും എവിടെ അവസാനിക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത്രയും വലിയ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി മാറ്റിക്കളഞ്ഞേക്കാണ്. ഈ ദൈവത്തിന്റെ വലിയ മനുഷ്യൻ ഭയങ്കര ജ്ഞാനമായിട്ട് കാണുന്ന ഇതിനൊരു ഒറ്റ പർപ്പസേ ഉള്ളൂ. എന്താണെന്നറിയോ? മനുഷ്യപുത്രന്മാരുടെ വീണ്ടെടുപ്പ് എന്നുള്ള ഒരു ഉദ്ദേശമേ ഉള്ളൂ. ഇത്ര നിസ്സാരമായ ഉത്തരം. അതാണ് ഈ സുവിശേഷത്തിന്റെ ഭോഷത്വം. ഇത് ഭയങ്കര ഭോഷത്വമായിട്ടാണ് ലോകത്തിൽ. ഇത്രയും വലിയ ദൈവം ഇതിനെ വളരെ സിമ്പിൾ ആക്കി, ഭോഷത്വമാക്കി, ഫൂളിഷ്നെസ് ആക്കി ജ്ഞാനികളുടെ മുന്നിൽ വെച്ചു. അല്ലെങ്കിൽ ദൈവത്തിന് കഴിയുമായിരുന്നല്ലോ ഇതൊക്കെ ഭയങ്കര ജ്ഞാനപരമായി അവതരിപ്പിക്കാൻ. ദൈവം ഇത് ഭയങ്കര ഫൂളിഷ്നെസ് ആക്കി മുന്നിൽ വെച്ചു. അപ്പോൾ മനുഷ്യപുത്രന്മാരുടെ വീണ്ടെടുപ്പിനാണ് ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നത്. നിത്യമായ ഒരു രാജ്യമുണ്ട്, അതാണ് നിത്യത. ഇതെല്ലാം ടെമ്പററി ആണ്. ഇത് ഭൂമി അതിന്റെ ബലം കൊണ്ടും പ്രപഞ്ചം അതിന്റെ സ്ഥിതി കൊണ്ടും ടൈം അതിന്റെ ഓട്ടം കൊണ്ടും താൽക്കാലികമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമി നമ്മൾ നോക്കി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ റിസോഴ്സും തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ തന്നെ ഭൂമിയിൽ നിന്ന് അന്യഗ്രഹങ്ങളിലേക്ക് ചേക്കാറാനുള്ള പ്ലാനുകൾ വൻകിട രാജ്യങ്ങൾ, വൻകിട സംഘടനകൾ നടത്തുന്നുണ്ട്. കാരണം അവർ മുന്നമേ കാണുന്നു ഭൂമി ഇനി അല്പകാലം കൂടെ ഉള്ളു എന്നുള്ളത്. ഇത് താൽക്കാലികമല്ലേ? മനുഷ്യരാശി തുടങ്ങിയിട്ട് അത്ര വലിയ കാലമൊന്നും ആയിട്ടില്ല. ഇത്രയും പെട്ടെന്ന് ഇതെല്ലാം തീരുവാണ്. അപ്പൊ ഇവിടെ നിത്യമായ ഒരു പർപ്പസിന് വേണ്ടിയല്ല. ഇനി ഭൂമി അല്ലാതെ വാസയോഗ്യമായ പ്രപഞ്ചത്തിൽ വേറെ ഒരു ഗ്രഹങ്ങളും ഇല്ല. ഭൂമി മാത്രം ഇത്ര വലിയ പ്രപഞ്ചത്തിൽ വാസയോഗ്യമായിരിക്കുന്നു. ഇത്ര വലിയ പ്രപഞ്ചത്തിൽ 98 ബില്യൺ അല്ലെങ്കിൽ പ്രകാശവർഷം വിസ്തീർണം. ഇപ്പം സയൻസ് പറയുന്നത് പ്രപഞ്ചം വലുതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ്, എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇത്രയും വലിയ പ്രപഞ്ചത്തിൽ ഇത്ര ഭൂമി മാത്രം മനുഷ്യന് വാസയോഗ്യമായിരിക്കും. ഇത്രയും കോടി ജനങ്ങൾ ജീവജാലങ്ങൾ ജീവിച്ചു മരിക്കും. ബാക്കിയൊന്നുമില്ല. അപ്പൊ എന്താണ് ഉദ്ദേശം? എന്താണ് മിസ്റ്ററിയാണ് ഇതൊക്കെ. ഇതൊക്കെയാണ് നമ്മൾ ദൈവത്തിലേക്ക് പോയിന്റ് എത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാഴ്ചയാലുള്ളതാണ്, ഇതെല്ലാം കാണുന്നതാണ്, ഇതെല്ലാം താൽക്കാലികമാണ്, ഇതെല്ലാം അവസാനിക്കുന്നതാണ്. നമ്മൾ ഇന്ന് തിന്നാനും ഉടുക്കാനും എന്താ പറയുന്നത് സമ്പാദിക്കേണ്ടതിന് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ ഭയങ്കരമായി അധ്വാനിക്കുന്നു. എത്ര നാൾ അധ്വാനിക്കും? എന്നിട്ട് ഇതൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടേ വേണ്ടിയില്ല. സമ്പാദ്യം എവിടം വരെ സമ്പാദിക്കും? മരണം വരെ. ഒരു മനുഷ്യൻ എത്രത്തോളം സമ്പാദിക്കാം, അവനെ മരണം വരെ സമ്പാദിക്കാം. പക്ഷെ അത് അവനെ എവിടെയെങ്കിലും എത്തിക്കുന്നുണ്ടോ? പക്ഷെ മനുഷ്യൻ വിചാരിക്കുന്ന അവൻ ഭയങ്കര സെക്യൂർഡ് ആണെന്നാ. എന്ത് സെക്യൂരിറ്റിയാ മനുഷ്യനുള്ളത്? മനുഷ്യൻ ഒരു സെക്യൂരിറ്റി ഇല്ല. മനുഷ്യൻ സമ്പാദിച്ച് എവിടെ വരെ പോകും? മരണം വരെയല്ലേ പോകുന്നുള്ളൂ. മനുഷ്യൻ എന്തിനാ ജീവിക്കുന്നത്? മരിക്കാൻ വേണ്ടിയല്ലേ ജീവിക്കുന്നത്? അല്ല എന്തിനു വേണ്ടി ജീവിക്കുന്നത്? ഒരു മനുഷ്യൻ ജനിച്ച് മരണത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ക്രിസ്തു ഇല്ലെങ്കിൽ അവൻ മരണത്തിലേക്ക്, ക്രിസ്തു ഉണ്ടെങ്കിൽ അവൻ ജീവനിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അവൻ പിന്നെ മരിക്കുന്നില്ല, അവൻ ജീവനിലേക്കാണ്. പർപ്പസ് ഉണ്ട്, അവൻ ലൈഫിൽ പർപ്പസ് ഉണ്ട്. അവൻ ഒരു വലിയ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവന് നിത്യമായ അവന് സമ്പാദ്യങ്ങളുണ്ട്, സ്വർഗീയമായ ദർശനങ്ങൾ കണ്ടാണ് അവൻ ജീവിക്കുന്നത്. അവന് ക്ലാരിറ്റി ഉണ്ട് ലൈഫിൽ, എവിടോട്ട് പോകുന്നു, എവിടെ അവസാനിക്കുന്നു എന്നുള്ള വിഷൻസ് ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്. റിയാലിറ്റിയിലാണ് അവൻ ജീവിക്കുന്നത്, സത്യത്തിലാണ്. അതാ കർത്താവ് പറഞ്ഞത്, സത്യം, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ട്രൂത്ത്, സത്യം ക്രിസ്തു മാത്രമാണ്, നിത്യതയാണ്, ക്രിസ്തു കാണിച്ച ലൈഫാണ് ട്രൂത്ത്. ബെനിഫിഷ്യൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. എന്താണ് ബെനിഫിഷ്യൽ ലൈഫ്? ക്രിസ്തു കാണിച്ചു തന്ന ജീവിതമാണ്. മോശ ബെനിഫിഷ്യൽ ലൈഫിന് മനസ്സിലാക്കി. മോശയെ പറ്റി നമുക്ക് എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ, എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ് തോന്നുന്നു. മോശയെ പറ്റി പറയണം. ആണോ? ഒന്ന് വായിക്കോ. ഇപ്പോൾ മോശ ക്രിസ്തുവിനോടുള്ള നിന്ന ധനമെന്ന് കണ്ടു. ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് പ്രതിഫലം നോക്കിയതുകൊണ്ട്. ഇന്ന് ലോകത്തിൽ നമുക്ക് പ്രതിഫലം നോക്കുമ്പോൾ ക്രിസ്തുവിനോടുള്ള നിന്ന, നമ്മൾ കാഴ്ചയുള്ള ലോകത്തിലാണ് ജീവിക്കുന്നെങ്കിൽ, കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ, കാണുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ജീവിക്കുന്നെങ്കിൽ, ക്രിസ്തുവിനോടുള്ള നിന്ന എന്താ? എന്നെ സംബന്ധിച്ച് നഷ്ടമാണ്, അല്ലേ? ഞാൻ സുഖങ്ങൾ വെടിയുന്നു, സമ്പത്ത് വെടിയുന്നു, എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല, എനിക്ക് ക്രിസ്തുവിനെ കൂടെ പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ മണ്ടൻ, ലോകത്തിലുള്ള ആൾ നോക്കുമ്പോൾ ഇയാൾ എന്ത് നഷ്ടമായ ജീവിതമാണ്. അപ്പം പക്ഷെ ഇവിടെ മോശ പറയുന്നത് എന്താണ്? ഈജിപ്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമാണ്. ഒരു മനുഷ്യന് എത്രത്തോളം സന്തോഷിക്കാം, ലോകത്തിൽ സുഖിക്കാം, അതിനുള്ള എല്ലാ റിസോഴ്സും ഈജിപ്തിലുണ്ട്. ഇന്ന് കാണുന്ന ഫാഷൻസ് എല്ലാം ഉണ്ടായിരിക്കുന്നതിന്റെ തുടക്കം ഈജിപ്തിലാണ്. അപ്പൊ ഇത്രയും സന്തോഷത്തെ ഉള്ള ജീവിതം ഫറവോന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇത്ര രാജകീയമായ അവസ്ഥകളെല്ലാം വെടിഞ്ഞിട്ട് ഒരു മനുഷ്യൻ നടക്കാത്ത, കാഴ്ചയല്ലാതെ എന്തോ കാര്യം കേട്ടിട്ട്, ഏതോ അരുളപ്പാട് കേട്ടിട്ട് ഇസ്രായേലിലെ അടിമകളായിരുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയും ആ ജനങ്ങളെ കൊണ്ട്
മരുഭൂമിയിൽ യാത്ര ചെയ്യുകയാണ്. ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അപ്പോൾ ഇവിടെ എന്താണ് തന്നെ നിയന്ത്രിച്ചത്? പ്രതിഫലം നോക്കിയതുകൊണ്ട് ക്രിസ്തുവിനുള്ള നിന്ന ധനമെന്ന് കണ്ടു എന്നാ പറയുന്നത്. അപ്പോൾ മോശയെ സംബന്ധിച്ച് മോശ കാണുന്നത് നിത്യമായതും ധനമുള്ളതും പ്രതിഫലവും ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്ത് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നതാണ് ബെനിഫിഷ്യൽ ലൈഫ്. അതാണ് സമ്പാദ്യം, നിൽക്കുന്ന സമ്പാദ്യം. കാരണം ലോകത്തിലൊരു മനുഷ്യൻ സമ്പാദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെല്ലാം തുരുമ്പെടുത്തു പോകും, നശിച്ചു പോകും. അതെല്ലാം മരണത്തിന് ശേഷം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അവസാനത്തിന് ശേഷം ഇല്ലാതാവും. തീർച്ചയായിട്ടും ഇതിന് ശേഷം ഒരു നിത്യതയുണ്ട്, ഒരു നിത്യമായ രാജ്യമുണ്ട്. ടൈം എന്ന് അല്ലെങ്കിൽ നിത്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരത, ഇതൊക്കെ നമ്മുടെ മനുഷ്യന്റെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ അതിന്റെ അവസ്ഥകളും ഉണ്ട്. നിത്യത എന്തെന്നും താൽക്കാലികത എന്തെന്നും കാണിച്ചു തരുന്നുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ നിത്യത എന്നൊരു വേർഡ് പറഞ്ഞു. ഇത് ബൈബിളിൽ നിന്നാണ് നിത്യത എന്നുള്ള വേർഡ് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത്? അല്ലെങ്കിൽ നിത്യമായത്, സ്ഥിരമായത് എന്നൊക്കെയുള്ള ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? അതിന് മുമ്പ് കേട്ടിട്ടില്ലേ? അപ്പൊ സ്ഥിരമായത് എന്നുള്ളത് പ്രപഞ്ചത്തിൽ ബൈബിൾ വരുന്നതിന് മുമ്പേ അതിന്റെ അവസ്ഥകൾ എന്തുണ്ട്? പ്രപഞ്ചത്തിൽ ഉണ്ട്. പക്ഷെ സ്ഥിരതയൊന്നും പ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്നതില്ല. നിത്യതയൊന്നും പ്രപഞ്ചത്തിൽ. അപ്പൊ നിത്യത എന്ന് പറയുന്നത് സ്ഥിരത എന്ന് പറയുന്നതും ഒന്നുണ്ട്. അത് ഈ പ്രപഞ്ചം തന്നെ തെളിയിക്കുന്നുണ്ട്. അതിന്റെ നേച്ചർ വെച്ചിട്ട്, അതിന്റെ സ്വഭാവം വെച്ചിട്ട് അതിന്റെ തെളിവുകളുണ്ട്. സ്ഥിരത എന്ന് പറയുന്നത് അതിന്റെ ഈ പ്രപഞ്ചവും അതിന്റെ ജ്ഞാനവും നമ്മളെ തെളിയിക്കുന്നു. അപ്പോൾ നിത്യതയുണ്ട്. അപ്പോൾ ടൈം അല്ലെങ്കിൽ ടൈമിന് പുറത്ത് നിത്യമായ ഒന്നുണ്ട്. എല്ലാത്തിനും കോസാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്ന ഒന്നുണ്ട്. കോസാലിറ്റി എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിന്റെ ഒരു തിയറിയാണ്. അരിസ്റ്റോട്ടിൽ അറിയാലോ അരിസ്റ്റോട്ടിൽ ആരാണ്? അദ്ദേഹത്തിന്റെ പ്രപഞ്ചത്തിൽ എല്ലാം ഉണ്ടായതിന് ഒരു കാരണമുണ്ട്. എന്താണ് കാരണം? കാരണം എവിടെ സ്ഥിരത? പ്രപഞ്ചത്തിൽ എവിടെയും നോക്കിയ സ്ഥിരതയില്ല. പക്ഷെ സ്ഥിരത എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്കെല്ലാം സുപരിചിതമാണ്. സ്ഥിരത എന്നൊരു അവസ്ഥ സയൻസിൽ കാണാൻ കഴിയും. പക്ഷെ സ്ഥിരതയല്ല സയൻസ് പറയുന്നത് സ്ഥിരതയല്ല. അപ്പൊ സ്ഥിരത എവിടെ? കാരണം എവിടെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം, ഹയർ ലെവൽ ചോദ്യങ്ങൾക്കെല്ലാം ആരാണ് ഉത്തരം? ക്രൈസ്റ്റ് ആണ് ഉത്തരം. അതുപോലെ ഭൂമി അതിന്റെ നേച്ചർ കൊണ്ട് താൽക്കാലികമാണെന്ന് കാണിക്കുന്നു ഞാൻ പറഞ്ഞു. നശിച്ചു പോകുന്നതാണെന്ന്, നാശത്തിലേക്ക് കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ ഭൂമി തിയറി ഓഫ് ഡീക്കേ എന്ന് പറയും. അതായത് ഈ റൂമില് എല്ലാം ഓർഡർ ആയിട്ടിരിക്കാനാണോ ഡിസോർഡർ ആയിട്ടിരിക്കാനാണോ സാധ്യത കൂടുതൽ? ഡിസോർഡർ ആയിട്ടിരിക്കാനാണ്. നശിക്കാനാണോ ഈ പ്രപഞ്ചത്തിൽ? ജീവിക്കാനാണോ സാധ്യത കൂടുതൽ? സർവൈവ് ചെയ്യാനല്ലേ പാട്, ജീവിക്കാൻ പറ്റത്തില്ല. ഈ ഭൂമി മനുഷ്യന്റെ ജീവന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നെങ്കിലും ഇവിടെ നിലനിൽക്കാൻ ഭയങ്കര പാടാണ്. കോമ്പറ്റീഷൻ മാത്രമാണോ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ? ഇവിടുത്തെ കലാമിറ്റി, പല 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 പ്രശ്നങ്ങൾ. അപ്പോൾ എന്താണ് നിലനിൽപ്പ്? ഭയങ്കര പാടാണ്. നിലനിൽപ്പ് ഭയങ്കര, ആദ്യം മനുഷ്യൻ മുതലേ നിലനിൽക്കാൻ പാടാണ്. സർവൈവൽ തന്നെയാണ് ഇതിനെ മനുഷ്യന്റെ ഫോക്കസ്. ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. നിലനിൽക്കാൻ പാടാണ്. ഈ ഭൂമി നിത്യമായി മനുഷ്യനുള്ളതല്ല. ഈ മനുഷ്യൻ ഇവിടെ ജീവിക്കാനും കഴിയത്തില്ല. അപ്പോൾ ഇത് സ്ഥിരതയുള്ളതല്ല, താൽക്കാലികമാണ്. ഇത് നിത്യമായതല്ല. നിത്യമായ ഒന്നുണ്ട്, സ്ഥിരതയുള്ള ഒന്നുണ്ട്, നശിച്ചു പോകാത്തതും തേജസ് ഉള്ളതും ഒന്നുണ്ട്. അത് ദൈവം സൃഷ്ടിച്ച ദൈവം നമ്മളെ ദൈവത്തിന്റെ രാജ്യമാണ്, തേജസ് ഉള്ള രാജ്യം. അതാണ് റെവലേഷന്റെ വെളിപ്പാട് പുസ്തകത്തിന്റെ 20-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. തേജസ്സാൽ നിറയപ്പെടും ആകാശവും ഭൂമിയും. ഇനി നാശമില്ല, ഇനി കണ്ണുനീരില്ല, ഇനി രോഗമില്ല, നാശമില്ല. ജീവനിതത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി, മനുഷ്യന് ജീവിക്കാൻ വേണ്ടി തന്നെ, നിത്യമായി ജീവിക്കാൻ വേണ്ടി തന്നെ മനുഷ്യൻ ദൈവത്തോടൊത്ത് നിത്യമായി ജീവിക്കേണ്ടതിന് വേണ്ടി ഒരു വാസം ദൈവം ഒരുക്കിയിരിക്കുന്നു. അത് ബൈബിൾ പറയുന്നത്. നീതിയുള്ള രാജ്യം. മറ്റു മതങ്ങളല്ല അനീതിയുള്ള രാജ്യങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബൈബിള് നീതിയുള്ള, ദൈവീകമായ, അവന്റെ ദിവ്യത്വമായ സ്വഭാവത്തിന് യോജിക്കുന്ന തരത്തിലുള്ള തന്നെ നിത്യമായ സത്യം, ഏക സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം എന്ന് പറഞ്ഞാൽ തന്നെ ട്രൂത്ത് എന്നുള്ള വേർഡിന് ഈക്വൽ ആയിട്ടുള്ളത് ക്രൈസ്റ്റ് മാത്രമാണ്. ക്രൈസ്തു മാത്രമാണ് സത്യം. ക്രിസ്തുവിലൂടെയാണ് നമ്മൾ ഈ സത്യങ്ങളെല്ലാം അറിയുന്നത്. ഇതാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ. വരാനിരിക്കുന്ന ഒരു രാജ്യമുണ്ട്, വരാനിരിക്കുന്ന ഒരു നിത്യതയുണ്ട്, ഒരു ശിക്ഷാവിധിയുണ്ട്. മനുഷ്യന് തന്റെ പ്രവൃത്തികൾക്ക് അടിസ്ഥാനത്തിൽ ഒരു ശിക്ഷാവിധിയുണ്ട്. ക്രിസ്തുവിലാകാത്ത എല്ലാ മനുഷ്യരും ഈ ശിക്ഷാവിധിയിൽ അകപ്പെടും. ക്രിസ്തുവിലാകാത്ത എല്ലാ മനുഷ്യരും, ഈ ലോകത്തിൽ കഷ്ടപ്പെട്ടവരെല്ലാം നേടി എന്ന് പറഞ്ഞ് ഓടിയവരെല്ലാം എന്ത് ചെയ്തു? അവസാനം നഷ്ടപ്പെടുത്തി. എന്നാൽ എല്ലാം നഷ്ടപ്പെടുത്തിയവർ വലിയത് തന്നെ നേടി. മനുഷ്യനൊന്നും നേടാൻ കഴിയാത്തതും, ഒരു മനുഷ്യനാൽ അധ്വാനിക്കാൻ കഴിയാത്തതും, ഒരു മനുഷ്യന് അധ്വാനിച്ച് നേടാൻ കഴിയാത്തതും വലിയ സമ്പത്ത് തന്നെ അവർ നേടി. ഒരു ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ഒരു നഷ്ടവും ഇല്ല. നല്ലൊരു മോറൽ ലൈഫാണ് ക്രിസ്ത്യാനിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഒരു മോറൽ ലൈഫാണ്. സമാധാനമുള്ളൊരു ജീവിതമാണ്. നാളത്തെ പറ്റി ഒന്നും ചിന്തിക്കാതെ ദൈവം പ്രൊവൈഡ് ചെയ്ത് ഇന്നെന്നുള്ള ദിവസം, ഇന്ന് എന്റെ ലൈഫ് നോക്കി, എന്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വറീഡ് ആയിരുന്നത് നാളത്തെ കാര്യത്തെ പറ്റിയായിരുന്നു. എന്റെ ഭാവി എന്തായി തീരും, എന്റെ വീട്ടിൽ ഞാനല്ലേ മൂത്തത്, ഞാൻ രക്ഷപ്പെട്ടില്ല, അവരെ കാര്യം ആര് നോക്കും, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആങ്സൈറ്റി.
കർത്താവ് വന്നപ്പോ എനിക്ക് സമാധാനമായി. നീ നാളത്തെ പറ്റി ചിന്തിക്കണ്ട, ഇന്നെന്നുള്ള ദിവസം മാത്രം നോക്കിയാൽ മതി. എത്ര സന്തോഷമായ ജീവിതം. ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്ത് ഒരുത്തിന് വർഗീയവാദിയാകാൻ കഴിയത്തില്ല, അയൽവാസി ഏറ്റവും കൂടുതൽ സ്നേഹിക്കാനേ കഴിയത്തുള്ളൂ, ഉപദ്രവിക്കാൻ കഴിയത്തില്ല. അപ്പൊ എന്തുകൊണ്ടും ഇനി ദൈവം ഇല്ലാന്ന് ഒരുത്തം പറഞ്ഞാലും ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ തന്നെയാണ്. അയാളെ ക്രൂരനാക്കുന്നില്ല, അയാളെ ഏറ്റവും നല്ലൊരു ജീവിതത്തിലേക്കാണ്, സമാധാനമുള്ള, മെന്റലി സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്ക്. ഇപ്പം സൈക്കാട്രിസ്റ്റുകളൊക്കെ പറയുന്നതും ഏറ്റവും കൂടുതൽ ബൈബിൾ വായിക്കാനാണ് പറയുന്നത്. കാരണം ഈ നിങ്ങൾ കൗൺസിലിംഗ് ഒന്നും പഠി ഇത് വായിച്ചാൽ മതി, കുറെ ഇങ്ങനെ ലൈഫ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, അത്യാവശ്യം സമാധാനമൊക്കെ കിട്ടും. ഇനി ഈ വെറുതെ കാരണം ഏടാകൂടങ്ങളിലൊക്കെ ചെന്ന് നടന്ന് ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾ പറയും. ഈ ലൈഫ് അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥ എന്നൊക്കെ പറയാൻ ഏറ്റവും ബെറ്റർ ക്രിസ്ത്യാനിറ്റി തന്നെയാണ്. ഉള്ളതില്ലാത്തവന് കൊടുക്കാനും, ഉടുപ്പ് ചോദിച്ചാൽ പുതപ്പ് കൊടുക്കാനും, പുടപ്പ് ചോദിച്ചാൽ ഉടുപ്പ് കൊടുക്കാനും, അപ്പൊ എന്തും ഉള്ളതുകൂടെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ. ഏറ്റവും നല്ല സാമ്പത്തിക സിദ്ധാന്തം ക്യാപിറ്റലിസവും സോഷ്യലിസവും കമ്മ്യൂണിസവും ഒന്നുമല്ല, ഏറ്റവും ബെറ്റർ ക്രിസ്ത്യാനിറ്റി തന്നെയാണ്. കാരണം അത് ഇന്ന് എന്നുള്ളൊരു ദിവസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇന്ന് ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി. നാളത്തെ പറ്റി ഓർത്ത് വേവലാതിപ്പെട്ട് നിരാശയിലേക്ക് നയിക്കുന്നതും പാപത്തിലേക്ക് നയിക്കുന്നതുമല്ല. അല്ലേ? എന്തൊക്കെ നോക്കിയാലും ഏറ്റവും ബെറ്റർ. നമുക്കൊരു പൊളിറ്റിക്കൽ കിങ്ഡത്തിന്റെ ആവശ്യമില്ല, നമുക്ക് ഇസ്ലാമുകാർ അന്വേഷിക്കുന്ന പോലെ ഒരു രാഷ്ട്രത്തിന്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് എല്ലായിടവും ജീവിക്കാം. നമുക്കൊരു സാധാ മനുഷ്യന്റെ കൂടെ ഒരു മതത്തിന്റെ ആചാരങ്ങളില്ല. നമുക്ക് കുഴിയടക്കാൻ ഇത്ര സെന്റ് സ്ഥലം വേണമെന്നോ ആചാരം വേണോ ഒന്നും നമുക്കില്ല. നമുക്ക് എങ്ങനെ വേണേലും ജീവിക്കാം സമാധാനമായിട്ട്. നിങ്ങൾ കർത്താവിന്റെ സമാധിയിലാണെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് ഇല്ല എന്നുള്ള ഒരു കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടാകത്തേ ഇല്ല. കാരണം ആ സമ്പത്ത് നമ്മൾ ഓരോ ദിവസവും എന്താണെന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഈ സമ്പത്തിന്റെ നഷ്ടം വലിയൊരു സമ്പത്ത് കൂട്ടുന്നു എന്നുള്ളൊരു ഉൾക്കാഴ്ച നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇതാണ് ഒരു ക്രിസ്ത്യൻ ലൈഫിന്റെ പ്രത്യേകത. ഒന്നും തിരിച്ച് എന്ത് ചെയ്യുന്നില്ല, ഡിമാൻഡ് ചെയ്യുന്നില്ല. ഒന്നിനും അധികാരം ഡിമാൻഡ് ചെയ്യുന്നില്ല, സമ്പത്ത് ഡിമാൻഡ് ചെയ്യുന്നില്ല, ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരാൾ ക്രിസ്ത്യൻ ലൈഫ് ഫോളോ ചെയ്യുമ്പോൾ അയാൾക്ക് നഷ്ടം ഒന്നും വരുന്നില്ല. ഇനി ഭൗതികമായി നോക്കിയാൽ അല്ലേ, അയാൾക്ക് നഷ്ടം ഒന്നും വരുന്നില്ല. ഈ ലോകത്തിൽ സമ്പത്തിന് വേണ്ടി ഓടുന്ന ആൾക്കാർ യഥാർത്ഥമായി അത് നേടുന്നുണ്ടോ? അവർ സത്യത്തിൽ ഒരു സമ്പാദ്യവും നേടുന്നില്ല. അവർക്കൊന്നും സ്വരൂപിക്കാനും അത് സൂക്ഷിച്ചു വെക്കാനും അതിൽ പൂർണ്ണമായും സന്തോഷിക്കുവാനും അവർക്ക് കഴിയത്തില്ല. സമ്പത്തിന്റെ പറയാൻ ഓടുന്നവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ വേണ്ടിയില്ല, കിട്ടുന്നുണ്ടോ എന്തെങ്കിലും? ഒന്നും കിട്ടുന്നില്ല. അവരെ നോക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നണം. അയ്യോ, ഇവർക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ, ഉള്ള ജീവിതം കളഞ്ഞ് എന്തിനോ വേണ്ടിയൊക്കെ ഓടിക്കൊണ്ടിരിക്കും. ഞാൻ പലരെയും കാണും ഈ രാപകൽ അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിതം കളയുന്ന ഒരുപാട് ആൾക്കാർ. ഒരു സന്തോഷിക്കുന്ന പോലെയല്ലോ സമ്പാദിക്കേണ്ടതിന് വേണ്ടി. അവസാനം പല രോഗങ്ങളും വന്ന്, പല എന്താ പറയുന്നത്, ആരോഗ്യ സംബന്ധമായ ദിനചര്യ രോഗങ്ങളൊക്കെ വന്ന് അവസാന കാലം ആർക്കാണ്ടൊക്കെ വേണ്ടി കഷ്ടിച്ചൊക്കെ ജീവിച്ചും അടുത്ത് മരിച്ചു പോകുന്നതാണ് കാണാൻ. എന്തേലും കൊണ്ടുപോയോ. പക്ഷെ ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടല്ലേ മരിക്കുന്നത്? എന്നാലോചിക്കുക, എത്ര സന്തോഷത്തോടാണ് മരിക്കുന്നത്. അവിടെ ചുറ്റിനും നിൽക്കുന്നവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ഇവരെ കർത്താവിന്റെ അടുത്തേക്ക് ഒരു ക്രിസ്ത്യൻ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് പോലെ വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയത്തില്ല. ഇത്രയും മനോഹരമായ ഒരു മരണം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ക്രിസ്ത്യാനി മാത്രമാണ്. വേറെ എവിടെ ഇത്രയും ഉറപ്പും മനോഹരത്തുള്ള ഒരു മരണമില്ല. അപ്പൊ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെയൊക്കെ നോക്കിയാലും ഒന്നാമത് തെളിയുന്നത് ഇത് ദൈവത്താൽ ഉള്ളൊരു ലൈഫ് തന്നെയാണ്. കാരണം ഇത്രയും മനോഹരമായ, ഇത്രയും സമാധാനമുള്ള ഒരു ലൈഫ് ദൈവത്തിന് മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ദൈവമാണ് ഇവിടെ ഉള്ളത്. ഒന്ന്. രണ്ട്, ഇത് വളരെ സമാധാനമുള്ള, സന്തോഷപരമായ, പർപ്പസ്ഫുൾ, ബെനിഫിഷ്യലായ ലൈഫാണ്. ഇവിടെ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ദുഃഖമുണ്ട്. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. പക്ഷേ ഈ കഷ്ടതയ്ക്കപ്പുറമായ ഒരു ദൈവിക ആനന്ദം എപ്പോഴും ഒരു വിശ്വാസിക്ക് അവൈലബിൾ ആണ്. ഇതെപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷേ എപ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ആനന്ദത്തിൻ്റെ പരിപൂർണത ദൈവത്തിൻ്റെ വശത്ത് എപ്പോഴും ഒരു വിശ്വാസിക്ക് അവൈലബിൾ ആണ്. ആ ആനന്ദം ലോകത്തിലെ ഒരു കാര്യത്തിന് തരാൻ കഴിയത്തില്ല. കാരണം ലോകത്തിലെ എന്ത് കാര്യങ്ങളും നമ്മളെ കൂടുതൽ ദാഹം ഉണ്ടാക്കുകയും ആർത്തി കൂട്ടുകയും കൂടുതൽ ദുഃഖത്തിലേക്ക് ആഴ്ത്തുകയുമാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ലോകത്തിലെ ഒരു കാര്യങ്ങൾക്ക് നമുക്ക് ആത്മസുഖം തരാൻ കഴിയത്തില്ല. ദൈവത്തിന് മാത്രം, ക്രിസ്തുവിന് മാത്രമാണ് ആത്മസുഖം നമുക്ക് നൽകാൻ കഴിയുന്നത്. ദൈവത്തോടുള്ള സമാധാനമാണ് എല്ലാ സമാധാനങ്ങളുടെയും ഉറവിടം. അപ്പൊ ഈ ലൈഫിലേക്കാണ് സുവിശേഷത്തിലൂടെ സകലരെയും ദൈവം ക്ഷണിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ കേൾക്കുന്നത് ഈ ലൈഫിലേക്കുള്ള എൻട്രൻസിലേക്കുള്ള ഇൻവിറ്റേഷൻ കാർഡുമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കും, എത്തിയിട്ടില്ലായിരിക്കും. ഇതെല്ലാം ദൈവത്തിന്റെ കയ്യിലുള്ള കാര്യമാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് തോന്നേണ്ടതാണ്. നാം രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് ആത്മാവാണ് നമുക്ക് ഉറപ്പ് വരുന്നത്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ളത്. അതാണ് ഞാൻ പറയുന്നത്. ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് വരുന്നതല്ല. നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യാണ്, ഞാൻ ക്രിസ്തുവിനോട് ചേർന്നിട്ട് ക്രിസ്തുവിന് വേണ്ടി. ഇപ്പൊ എന്റെ ലൈഫ് ഇനി ഞാനല്ല. ഇപ്പൊ എന്റെ ലൈഫിൽ ഒരു പ്രത്യേക മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് ഉറപ്പ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ 3-4 വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യേക സാഹചര്യത്തിലൂടെ ദൈവം കടത്തിവിട്ട് അവിടെ ഒരു പ്രത്യേക മൊമെന്റ് മുതൽ എനിക്ക് എന്റെ ലൈഫ് മതിയായി. മടുത്തു എന്നല്ല, ഇതല്ല എനിക്ക് ക്രിസ്തു എന്താണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക, കർത്താവിന്റെ ലൈഫ് എന്താണ്, അത് മാത്രം അന്വേഷിച്ചാൽ മതി. ഒന്നെങ്കിൽ ഞാൻ മരിക്കട്ടെ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ലൈഫ് എന്നിൽ ജീവനാകട്ടെ. പക്ഷെ ഇത് ഞാൻ അന്ന് ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ എനിക്ക് മനസ്സിലായി, ഒന്നീ ഞാൻ മരിക്കണം, അല്ലെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. ഇത്ര എനിക്ക് അന്ന് അറിയത്തുള്ളായിരുന്നു. അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വേറെ ജീവിതമൊന്നുമില്ല. കാരണം എനിക്ക് എല്ലാത്തിനോടും നിരാശ വന്നു തുടങ്ങി.
ഒന്നിനോടും ഇന്നും ക്രിസ്തു മാറി നിന്ന് കഴിഞ്ഞാൽ എന്റെ മുന്നിൽ, ഞാൻ തുറന്നു പറയാണ്, എന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. എപ്പോഴും സന്തോഷം, സമാധാനം, അല്ലെങ്കിൽ എനിക്കൊരു ഹോപ്പ് നൽകുന്നത്, എനിക്കൊരു സമാധാനം നൽകുന്നത്, എനിക്കൊരു പ്രത്യാശ നൽകുന്നത് ഈ കർത്താവിന്റെ ലൈഫ് മാത്രമാണ്. ഇപ്പൊ ദൈവം അത് അങ്ങനെ ആക്കി വെച്ചേക്കാണ്. ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത് വിട്ട് എന്റെ ജീവൻ വിട്ടു പോകുന്നതുള്ളത് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് മാറി നിന്ന് കഴിഞ്ഞുള്ള അവസ്ഥ. ഈ ലോകത്തിൽ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഏറ്റവും വലിയ പാപത്തിലേക്ക് വീണാലും കർത്താവ് എന്നെ തള്ളിക്കളയുന്നില്ല എന്നും, ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണെന്നും എനിക്കൊരു ഉറപ്പുണ്ട്. കർത്താവിന്റെ സ്നേഹം എന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല എന്നും, ലോകത്തിലെ എല്ലാ മനുഷ്യരും സഭ എന്നെ പുറത്താക്കിയാലും കർത്താവ് എന്നെ പുറത്താക്കി കളയത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതാണ് എനിക്ക് ആദ്യം കിട്ടിയ ഒരു ഉറപ്പ്. ഇത് ഒരു നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, ഇനി ഞാൻ ക്രിസ്തുവിനുള്ളവനാണ് എന്ന് സന്തോഷത്തോടാണ് പറയുന്നത്. ഇനി ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്, ഈ ജീവിതം ഞാൻ ഭാഗ്യവാണ്, ക്രിസ്തുവിനെ എനിക്ക് കിട്ടി, ഞാൻ ഭാഗ്യവാനാണ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഭയങ്കര വിഷമത്തോടല്ല പറയുന്നത്, ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടിയാണ് പറയുന്നത്. ഈ ലൈഫ് എനിക്ക് കിട്ടി, ഞാൻ ഭാഗ്യം. അങ്ങനെ പാട്ടുണ്ടല്ലോ, ബ്ലെസ്സഡ് അഷുറൻസ്. ഈ ലൈഫ് ഭയങ്കര ഭാഗ്യമാണ് എന്ന് നമ്മൾ അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. അത് ആത്മാവിനാൽ നമ്മൾ അറിയുമ്പോഴാണ് ഇതാണ് ബെനിഫിഷ്യൽ ലൈഫ്, ഇതാണ് ലൈഫ്, ഇതാണ് സത്യം, ഇതാണ് വേണ്ടത് എന്ന് മനസ്സിലാകും. അപ്പോൾ ഇതിനെല്ലാം തുടക്കമാണ് എന്ന് നമ്മൾ സുവിശേഷം കേൾക്കുന്നത്. സുവിശേഷത്തിലൂടെ ഇത്രയും ഭാഗ്യകരമായ ഒരു ലൈഫിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, സന്തോഷകരമായ ഒരു ലൈഫിലേക്കാണ്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സന്തോഷവും പ്രത്യാശ ഈ ലൈഫാണ്. ഞങ്ങളൊക്കെ സന്തോഷിക്കുന്നതും നമ്മളെല്ലാവരും സന്തോഷിക്കുന്നതും ഈ ലൈഫ് ഓർത്തിട്ടാണ് ഞങ്ങളെല്ലാവരും പ്രത്യാശിക്കുന്നതും സന്തോഷിക്കുന്നതും സമാധാനം കണ്ടെത്തുന്നതും. ഞങ്ങൾ അതുകൊണ്ടാണ് വീണ് കിടക്കുന്നുവെങ്കിലും നശിച്ചു പോകുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഞങ്ങൾ ഈ പ്രത്യാശയുള്ളവരാണ്, സമാധാനമുള്ളവരാണ്. കർത്താവ് ഞങ്ങൾക്ക് ജീവനായിട്ടുണ്ടായിരുന്നുണ്ട്. ഈ പറയുന്നതിനകത്ത് ഇന്ന് നമ്മുടെ നടുവിൽ കർത്താവിന്റെ പ്രസൻസ് ഉണ്ട്, കർത്താവ് നമ്മുടെ ഇടയിൽ ഉണ്ട്. അപ്പം അത് ഞങ്ങളുടെ വാചനങ്ങളുടെ വാക്കുകളുടെ എല്ലാം ഞങ്ങളിൽ ഇപ്പൊ നിറഞ്ഞു നിൽക്കുന്നവരാണ് കർത്താവാണ്, വേറെ ഒന്നുമല്ല, ക്രിസ്തു മാത്രം. അപ്പൊ ഈ ക്രിസ്ത്യൻ ലൈഫിലേക്കാണ് നമ്മൾ ആത്മാവിലൂടെ വീണ്ടും ജനനത്തിലൂടെ എൻ്റർ ചെയ്യുന്നത്. അതാണ് ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ആത്മാവിനാലും വെള്ളത്താലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. കാരണം ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പോൾ നമ്മൾ ഈ ലൈഫിലേക്ക് കയറുന്നത് എങ്ങനെയാണെന്നറിയോ? ആത്മാവിനാൽ ഒരു ജീവൻ, ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്. ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ മക്കളായി നമ്മൾ മാറുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെയാണ് ആത്മാവിനാലുള്ള വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഈ വീണ്ടും ജനനത്തിലൂടെ ഒരാൾ ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ഒരു സ്നാനത്തിലേക്കുള്ള പ്രവേശനമാണ് നടക്കുന്നത്. ഇതാണ് നമ്മൾ തുടക്കം പറഞ്ഞത്. എന്താണ് ഈ സ്നാനം, എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാലും നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്നാനം അത് നമ്മളിൽ ഏൽക്കപ്പെടണം. അത് നമ്മളിൽ എടുക്കുന്ന ഒരു ഭൗതിക സ്നാനമല്ല, അതിന് മുമ്പേ സംഭവിക്കുന്ന ഒരു ആത്മീക സ്നാനമാണ്. അപ്പൊ സ്നാനം എന്നുള്ള വേർഡിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ചേരുക, ഒന്ന് വിട്ടുപിരിഞ്ഞ് മറ്റൊന്നിലേക്ക് ചേരുക എന്നൊക്കെ ഉള്ളതാണ് അർത്ഥം വരുന്നത്. ഇതില് ഈ സ്നാനത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഈ 7 ടൈപ്പിലുള്ള സ്നാനം നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. അതിന്റെ ഒന്ന് കൊരിന്ത്യ ലേഖനം അതിന്റെ 10:1 മുതലുള്ള വായിക്കാറില്ല. ഇവിടെ പറയുന്നത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. ഇത് പഴയ നിയമത്തില് മോശ ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിലൂടെ, അതായത് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന്, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോശ ഈ ജനങ്ങളെ മരുഭൂമിയിലൂടെ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം വിളിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ ദൈവം അവർക്ക് പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നി തൂണായും ഇരുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ഈ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു എന്നാണ് പറയുന്നത്. ഇപ്പോഴും പഴയ നിയമത്തിൽ ഈ ഇവർ മേഘത്തിൽ സമുദ്രത്തിലും സ്നാനമേറ്റു എന്നാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ആത്മാവിനാലും വെള്ളത്താലും സ്നാനമേറ്റു. ഇവിടെ 2 കാര്യങ്ങളാണ്. ഈ മേഘസ്തംഭം, അവിടെ ദൈവത്തിന്റെ ആത്മാവാണ് ഇവർക്ക് വെളിച്ചമായി മേഘസ്തംഭമായിട്ടും വരുന്നത്. അപ്പോൾ മേഘസ്തംഭമായിട്ട് അവരുടെ നടത്തിപ്പിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ആത്മാവ് ഇവരെ എന്ത് ചെയ്യാണ്? ഇവർക്ക് തണലായി, ഇവർക്ക് ജീവിക്കേണ്ടതിന് വേണ്ടി ഇവരെ നടത്തിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതൊരു നിഴലാണ്, പുതിയ നിയമത്തിന്റെ സ്നാനത്തിന്റെ ഒരു നിഴലാണ്. ഇവിടെ മേഘത്തിലും സമുദ്രത്തിലും എന്ന് പറയുമ്പോൾ സമുദ്രം വെള്ളമാണല്ലോ. അപ്പോൾ വെള്ളത്താലുള്ള സ്നാനം പുതിയ നിയമത്തിന്റെ സ്നാനത്തിന്റെ ഒരു നിഴലായിട്ടാണ് നമുക്ക് ഈ സ്നാനം കാണാൻ കഴിയുന്നത്. അതുപോലെ ഇവർ സ്നാനം മേഘത്താലും സമുദ്രത്താലും സ്നാനമേറ്റ് മോശയോട് ചേർന്നെന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ ആത്മാവിനാലും വെള്ളത്താലും സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പഴയ നിയമത്തിലെ സ്നാനം ഒരു നിഴലായി നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ അപ്പോൾ ഇവിടെ മോശയിലൂടെ ആ ജനങ്ങളെ ദൈവം സ്നാനപ്പെടുത്തിയത് ആണ് ബൈബിളിൽ പറയുന്ന ഒരു സ്നാനം എന്ന് പറഞ്ഞു. അതുപോലെ വേറൊരു സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്രിസ്തുവിന്റെ കഷ്ടതയിലൂടെ അനുഭവിച്ച സ്നാനം. അത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതലുള്ള വാക്യം. 10-38. ഇവിടെ ഈ സ്നാനം എന്നിവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്നാനത്തെ പറ്റി അങ്ങ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഈ സ്നാനങ്ങളൊക്കെ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആകാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഈ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ സഫറിങ്സ്, കർത്താവ് കടന്നു പോകുന്ന കഷ്ടത ഉദ്ദേശിച്ചാണ്. അവിടെ വെള്ളം എന്നൊന്നുമില്ല, വെള്ളമൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് കർത്താവ് കടന്നു പോകുന്ന കഷ്ടത, അതാണ് ഇവിടെ സ്നാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. കർത്താവ് അത് പലയിടത്തും പറയുന്നുണ്ട്, എനിക്കൊരു സ്നാനം കഴിപ്പാനുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ തീ ഇറക്കി ഞാൻ നിങ്ങളെല്ലാം തീർത്തേനി എന്ന് കർത്താവ് പറയുന്നുണ്ട് ലൂക്കോസിന്റെ സുവിശേഷം. അപ്പോൾ അതൊരു സ്നാനം എന്ന് പറയുമ്പോൾ ഈ കഷ്ടത, ക്രൂശിലൂടെ കർത്താവ് അനുഭവിക്കുന്ന കഷ്ടതയാണ് ആ സ്നാനം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 36 മുതലുള്ള വാക്യം. അനന്തരം യേശു അവരുമായി ദേശത്ത് എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട് ഞാൻ എവിടെ. അപ്പൊ ഇത് കർത്താവിന്റെ കഷ്ടതയെ പറ്റി പത്രോസിനെയും സെബേദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ട് ചെന്ന് ദുഃഖിച്ച് വ്യാകുലപ്പെട്ടു തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു. അപ്പൊ ഈ വേദനയെല്ലാം ആണ് ഇവിടെ. അത് കഴിഞ്ഞ് 39-ാമത്തെ വാക്യം, പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണ്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പറയുമ്പോൾ ഈ കഷ്ടതയാണ്, കർത്താവ് കടന്നു പോകുന്ന കഷ്ടതയാണ് ഈ സഫറിങ്സ് എന്ന് പറയുന്നത്. ഈ സഫറിങ്സിന് ഒരു കണക്ഷൻസ് ഉണ്ട്. ഇപ്പൊ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഇതേ കഷ്ടതയിലേക്കാണ് നമ്മളെയും ക്ഷണിച്ചിരിക്കുന്നത്. ക്രിസ്തുവിന്റെ അതേ കഷ്ടതയിലൂടെ ആണ് നമ്മളും കടന്നു പോകുന്നത്. ഈ കഷ്ടതയ്ക്ക് നമ്മളും ഓഹരിക്കാരാണ്, നമ്മൾക്കും ഒരു ഷെയർ ഉണ്ട്. അത് പത്രോസിന്റെ ലേഖനത്തില് അതിന്റെ 1 പത്രോസ് അതിന്റെ 2-21 പറയുന്നുണ്ട്. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്ന, ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. അപ്പൊ അതേ സഫറിങ്സിലൂടെ അപ്പൊ നമ്മൾ സ്നാനം ഏൽക്കുമ്പോൾ ക്രിസ്തുവിനോട് ചേരുകയാണ്. ക്രിസ്തു ഏറ്റ കഷ്ടതയിലൂടെ നമ്മളും ഏൽക്കപ്പെടുകയാണ്. ആ സ്നാനത്താൽ നമ്മളും അവന്റെ മരണത്തോടും ജീവനോടും പങ്കാളിത്തം വഹിക്കുകയാണ്. ആ ലൈഫിലേക്കാണ്. അപ്പൊ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ ലൈഫിലേക്കാണ് ഒരാൾ ചേരുന്നത്. അവൻ പുതിയ സൃഷ്ടിയാണ്, അവൻ ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവൻ ക്രിസ്തുവിനോട് ചേരുകയാണ്. വേറെ ഒരു വഴിയാണ്, വേറെ ഒരു വഴി. അതിന് അതുവരെ ഓടിക്കൊണ്ടിരുന്നത് അവന്റെ വഴിയാണ്. ഒരു പുതു വഴി തുറക്കപ്പെട്ടിരിക്കുന്നു, ഒരു നാരോ വേ. ആ ക്രിസ്തുവാണ് ആ വഴി. അപ്പൊ ആ വഴിയാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മുമ്പിലുള്ള വഴി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ സഫറിങ്സിനെയാണ്, ഇത് നമുക്കുള്ളതാണ്. ഇവിടെ കർത്താവ് ഏൽക്കുന്ന സ്നാനം എന്നിവിടെ പറയുന്നത് ഈ കഷ്ടതയാണ്. അതുപോലെ തന്നെ വേറൊരു സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ സ്നാനമാണ്. മർക്കോസിന്റെ സുവിശേഷം 1-4 മുതലുള്ള വാക്യം. മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചും പാപമോചനത്തിനായി മാനസാന്തര സ്നാനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പം യോഹന്നാൻ സ്നാപകൻ ഏൽപ്പിച്ച സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസാന്തര സ്നാനം എന്നുള്ള സ്നാനമാണ്. അപ്പൊ ബൈബിൾ 3 തരത്തിലുള്ള സ്നാനം നമ്മൾ കണ്ടു. 3-ാമത്തെ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ സ്നാപകൻ ചെയ്യുന്ന സ്നാനമാണ്. ആ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്നാനമാണ്. അതായത് ക്രിസ്തു വരുന്നത് നിങ്ങൾ ഒരുങ്ങിയിരിക്കാനാണ് പറയുന്നത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്ന ഒരുങ്ങിയിരിക്കും. അപ്പൊ റെഡി ആകാനുള്ള, മറ്റൊന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള സ്നാനമാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. അതൊരു മാനസാന്തര സ്നാനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സ്നാനം എന്നുള്ളൊരു വേർഡ് തന്നെ ഒന്നിലേക്ക് ചേരുക, മറ്റിൽ നിന്നും വേറൊരു കാര്യത്തിന് വേണ്ടി റെഡി ആകുക, അല്ലെ മറ്റൊന്നിലേക്ക് ചേരുക എന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഇവിടെ യോഹന്നാൻ സ്നാപകൻ ചെയ്യുന്ന സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്നാനമാണ്. അത് നമ്മൾ ഈ പെടുന്ന സ്നാനം അതുമായിട്ട് ബന്ധമുള്ളതല്ല. നമ്മൾ എടുക്കുന്ന സ്നാനമൊന്നും അതുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഓക്കെ, ഇനി 4-ാമത്തെ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നാനമാണ്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായം കർത്താവ് ചെയ്യുന്ന സ്നാനം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനം ഏൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് ചോദിച്ചു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുക നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റുടനെ വെള്ളത്തിൽ കയറി. അപ്പോൾ സ്വർഗത്തിൽ തുറന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്നു. അപ്പൊ ഇത് യേശു ഏറ്റ സ്നാനമാണ്. ഇവിടെ ഈ കർത്താവ് എന്തിനാണ് സ്നാനമേറ്റ? കർത്താവ് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് സ്നാനമേൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. യോഹന്നാൻ ഇവിടെ പറഞ്ഞൊരു വലിയൊരു റെവലേഷനാണ്. യോഹന്നാൻ ഇവിടെ പറയാണ് നിന്നാൽ സ്നാനമേൽക്കണം. അത് യേശു കൊടുക്കുന്ന ഒരു സ്നാനമുണ്ട്. അത് എന്ത് സ്നാനമാണ്? ഒന്ന് പരിശുദ്ധാത്മാവിന്റെ സ്നാനം, ഒന്ന് തീയാനുള്ള. അപ്പൊ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം എനിക്ക് ഏൽക്കണം, നിന്നാലൊരു സ്നാനം എനിക്ക് ഏൽക്കണം, എന്നാലേ എനിക്കും രക്ഷയുള്ളൂ. പിന്നെ നീ എന്നെ സ്നാനപ്പെടുത്തുന്നുവോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ കർത്താവ് നമുക്ക് പകരമായി അനുസരണം തികയ്ക്കേണ്ടതിന് വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നത്. അപ്പം നീതിയിൽ അനുസരണം തികയ്ക്കുക എന്നുള്ള ഒരു ആവശ്യം നമുക്കുണ്ടായിരുന്നു. ഇവിടെ കർത്താവ് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് സ്നാനം ഏൽക്കേണ്ട ആവശ്യമില്ലല്ലോ. യോഹന്നാൻ സ്നാപകൻ പറയാം. ഇപ്പൊ യോഹന്നാൻ സ്നാപകനോട് പറയുകയാണ് ഇങ്ങനെ സകല നീതി നിവൃത്തിയാകേണ്ടതിന്.
അതായത് ക്രിസ്തു നമുക്ക് വേണ്ടി പകരം നീതിയായി തീർന്നിരിക്കുന്നതാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ നമുക്ക് വേണ്ടി പകരം കർത്താവ് അനുസരണം തികയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ലോകത്ത്. അപ്പൊ കർത്താവ് വന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് പകരമായി അനുസരണം തികയ്ക്കുക എന്നുള്ളത്. ദൈവത്തിന്റെ മുന്നിൽ തന്റെ മക്കൾ അനുസരണം തികയ്ക്കണം. അപ്പോൾ അതിന് നമുക്ക് പകരമായി ക്രിസ്തു അനുസരണം തികയ്ക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ കർത്താവ് ലോകത്തിന്റെ ഒരു വിശ്വാസി കടന്നു പോകേണ്ട എല്ലാ മേഖലയിലൂടെയും കർത്താവ് കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അനുസരണം തികയ്ക്കേണ്ടതാണ്. പിതാവിന്റെ മുന്നിൽ അനുസരണം തികയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേണ്ടിയാണ് ക്രിസ്തു സ്നാനം ഏൽക്കുന്നത്. അത് നമുക്കൊരു മോഡലായിട്ടൊന്നും അല്ല സ്നാനം ഏൽക്കുന്നത്, നീതിയുടെ നിവൃത്തീകരണത്തിന് വേണ്ടിയാണ് സ്നാനം ഏൽക്കുന്നത്. കാരണം അനുസരണത്തിന്റെ നിവൃത്തീകരണത്തിന് വേണ്ടി സ്നാനം ഏൽക്കുന്നു. ഇനി നമുക്ക് കാണാൻ കഴിയുന്നതും അതുപോലെ തന്നെ ഈ സ്നാനം ഏൽക്കാൻ വേറെ ഒരു ഉദ്ദേശമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:31 പറയുന്നു, ഇസ്രായേലിന് അവൻ വെളിപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ അവനെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു. യോഹന്നാൻ സ്നാനം പറയുന്നുണ്ട്. അത് ഇസ്രായേലിന് വെളിപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിന്റെ, പല ആൾക്കാരും എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പ്രാവ് പോലെ വന്നിറങ്ങിയത്? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഇല്ലായിരുന്നോ കർത്താവിന്റെ ഉള്ളില്? പിന്നാണ് പ്രാവ് പോലെ ഇറങ്ങി വന്നത് എന്തിനാ? അത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? അത് പിതാവിന്റെ അപ്രൂവൽ അവന്റെ മേലുണ്ട് എന്ന് യോഹന്നാൻ സ്നാപകൻ അറിയേണ്ടതിന് വേണ്ടിയാണ്. പിതാവ് കാണിച്ചു തന്ന വ്യക്തി ഇത് തന്നെയാണ് എന്ന് യോഹന്നാൻ സ്നാപകനും അറിയണം. പിതാവ് പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ പ്രാവ് പോലെ പരിശുദ്ധാത്മാവ് വരികയും ഇത് അപ്രൂവലാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, അവന് ചെവി കൊടുപ്പിൻ. ഇപ്പൊ ഇസ്രായേലിന് വെളിപ്പെടുകയാണ്, യോഹന്നാൻ സ്നാപകനും വെളിപ്പെടും. അപ്രൂവൽ കിട്ടേണ്ടതിന് അപ്രൂവൽ ആയിരുന്നു അത്. അതുപോലെ തന്നെ അഞ്ചാമത് നമുക്ക് കാണാൻ കഴിയുന്ന സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 11:12, മത്തായിയുടെ സുവിശേഷം 3:11-12. പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയാവനല്ല, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിലും സ്നാനം കഴിപ്പിക്കും. തീയിലും സ്നാനം കഴിപ്പിക്കും എന്നാ പറയുന്നത്. പരിശുദ്ധാത്മാവ് സ്നാനം നമുക്കുള്ളതാണ്, വിശ്വാസികൾക്കുള്ളതാണ്. തീയാലുള്ള സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ദൈവത്തിന്റെ ന്യായവിധിയാണ്. ക്രിസ്തുവാനാണ് ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് ബൈബിളിൽ. അപ്പോൾ ന്യായവിധിയിലെ കാര്യമാണ് ഇവിടെ തീയാലുള്ള സ്നാനം എന്ന് പറയുന്നത്. അത് വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയും ചെയ്യുന്നു. അപ്പോൾ അവൻ വീശുമുറം അവന്റെ കയ്യിലുണ്ട്, ന്യായവിധി. അവൻ എന്ത് ചെയ്യുന്നു? കളത്തെ മുറ്റും ചർച്ചിനെ വെടിപ്പാക്കുകയാണ് ചെയ്യുന്നത്. അത് ന്യായവിധി ദിവസമാണ്, മുഴുവൻ വെടിപ്പാക്കും. ഇനി അത് കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കും. അതായത് കോതമ്പ് ആരാ? നമ്മളാ, വിശ്വാസികളാണ്. മാറ്റിവെക്കും. ഇത് പതിരെന്നാൽ കപട വിശ്വാസികളാണ്, സഭയിൽ നുഴഞ്ഞു കയറിയവർ. പതിർ കെടാത്ത തീ എന്ന് ഉദ്ദേശിക്കുന്നത് ന്യായവിധിയാണ്. ഒരിക്കലും കെടാത്ത തീ നിത്യമനാണ്, അതിലിട്ട് ചുട്ടുകളയും. അപ്പോൾ ഇത് ക്രിസ്തു ചെയ്യുന്ന ന്യായവിധിയാണ്. ഇനി ആറാമത്തത് പരിശുദ്ധാത്മാവിന്റെ സ്നാനം. പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്ന് പറഞ്ഞ ഇതാണ് മത്തായിയുടെ സുവിശേഷം 3:11-12. പരിശുദ്ധാത്മാവിന്റെ സ്നാനവും തീയിലും പരിശുദ്ധാത്മാവിലും സ്നാനം കഴിപ്പിക്കുന്നു പറയുന്നുണ്ട്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്, പരിശുദ്ധാത്മാവിന്റെ സ്നാനം. ഇത് കഴിഞ്ഞാലുള്ളതാണ് നമ്മൾ ഏൽക്കപ്പെടുന്ന സ്നാനം, വെള്ളത്താൽ ഏൽക്കപ്പെടുന്ന സ്നാനം. വിശ്വസിക്കുന്നവർ അപ്പോസ്തലന്മാർ ഏൽപ്പിച്ചിരുന്ന സ്നാനം അതാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന ആത്മാവിനാലും വെള്ളത്താലും നീ വീണ്ടും ജനിക്കണമെന്ന് പറയുന്നത് ഇത് എന്താണ്? പരിശുദ്ധാത്മാവിനാലുള്ള വീണ്ടും ജനനമാണ്. ഇതാണ് അവനെ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നത്. പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനിൽ നടക്കുന്നത്, അത് ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വീണ്ടും ജനനത്തിലൂടെ അവൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ നൽകി. ആ ആത്മാവിനാലാണ് ഈ പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം അവൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇതെല്ലാം ഒരേ സമയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഇത് രണ്ടും രണ്ടായിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിലും ഇതെല്ലാം ഒരൊറ്റ പ്രോസസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിൽ വരികയും അവൻ്റെ കണ്ണ് തുറക്കുകയും വിശ്വാസം അവനുള്ളിൽ വരികയും ആ ഒരു സേവിങ് ഫെയ്ത്ത് വരികയും അത് അവനെ ആത്മാവിനാൽ അവൻ ക്രിസ്തുവിനോട് ചേർക്കപ്പെടുകയും അങ്ങനെ ആത്മാവിനാൽ ഒരു ശുദ്ധീകരണം അവന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് വീണ്ടും ജനന സമയത്ത് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 36-ാം അധ്യായം 25-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മലജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം അപ്പൊ കല്ലായുള്ള ഒരു ഹൃദയം ഉണ്ടായിരുന്നു. ഏതാ? ഞാൻ ആദ്യമേ നമ്മൾ പറഞ്ഞില്ലേ, ഹൃദയങ്ങളുടെ മോഹങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. നമ്മുടെ പഴയ ഹൃദയം, കല്ലായുള്ള ഹൃദയം, മോഹങ്ങൾ അന്വേഷിക്കുന്ന ഹൃദയം, ഇത് ഈ വീണ്ടും ജനനത്തിലൂടെയാണ് ദൈവം എന്ത് ചെയ്യുന്നറിയാം? മാറ്റി എന്നാ പറയുന്നത്. മാറ്റി ഒരു പുതിയ ഹൃദയം, ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുന്ന, ക്രിസ്തുവിന്റെ ഇഷ്ടങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഹൃദയം വെച്ചേരും എന്ന് പറയുന്നത്. പുതിയൊരു ആത്മാവിനെ തരും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും എന്ന് പറയുമ്പോൾ ആത്മാവിലും വെള്ളത്താലും ഉള്ള വീണ്ടും ജനിക്കണമെന്നാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഈ വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ നിർമ്മല ജലമാണ്. ദൈവം നമ്മളെ ശുദ്ധീകരിക്കും, ഉള്ളിൽ നടത്തുന്ന ഒരു ശുദ്ധീകരണ പ്രവൃത്തിയാണ്. അതുപോലെ തന്നെ തന്റെ ആത്മാവിനെ നമ്മൾ ഉള്ളിൽ തരുമെന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യത്തിൽ പറയുന്നത്. വായിക്കാവോ ആരെങ്കിലും?
അതെ. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണേ, ഇതാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങളുടെ ഉള്ളില് ഒരു രൂപാന്തരം നടക്കുന്നത്, നമ്മുടെ എല്ലാവരുടെ ഉള്ളില് രൂപാന്തരം നടക്കുന്നത്, രക്ഷിക്കപ്പെടുന്നത്, ഇവിടെ പറയുന്നത് മനുഷ്യന്റെ ഒരു പ്രവൃത്തികളാലും അല്ല എന്നാണ് പറയുന്നത്, മറിച്ച് നിങ്ങളുടെ നീതി പ്രവൃത്തികളാലല്ല, വാഷിംഗ് ഓഫ് റീജനറേഷൻ. അതായത് ദൈവം നമ്മുടെ ഉള്ളിൽ മുമ്പ് പറഞ്ഞല്ലോ, നിർമ്മല ജലം തളിക്കും നിർമ്മലരായ തീരും എന്ന് പറയുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന ഒരു ശുദ്ധീകരണ പ്രവൃത്തിയാണ്. ലിറ്ററലി വെള്ളം കൊണ്ട് തെളിയിക്കുകയല്ല, ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന, ആത്മാവിനാൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. വാഷിംഗ് ഓഫ് റീജനറേഷൻ, റിന്യൂവൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ ആത്മാവിനാൽ ഉള്ള നവീകരണം കൊണ്ടും വെള്ളത്താലുള്ള ശുദ്ധീകരണം കൊണ്ടും, പുനർജനന സ്നാനം എന്ന് പറയുന്നത്, പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിനാൽ കൊണ്ട്. അപ്പൊ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ പകർന്ന പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യാണ്, നമ്മുടെ ഉള്ളിൽ തന്റെ ആത്മാവിനെ പകർന്ന് ഒരു ക്ലീനിങ് പ്രവൃത്തി, പുതുക്കപ്പണിയൽ എന്നാണ്, നവീകരണം എന്നാണ് പറയുന്നത്. ഒരു പുതുക്കപ്പണിയൽ നടക്കുന്നുണ്ട്. അതൊരു പുതിയ മനുഷ്യനിലേക്ക്, ക്രിസ്തുവിന് അനുരൂപപ്പെടുന്ന, ക്രിസ്തുവിന്റെ ഇഷ്ടം അന്വേഷിക്കുന്ന, ക്രിസ്തുവിന്റെ ഇഷ്ടങ്ങൾ അന്വേഷിക്കുന്ന, അവന്റെ ഹിതം അന്വേഷിക്കുന്ന ഒരു മാറ്റാൻ വേണ്ടി ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് ഒരു പ്രവൃത്തി ചെയ്യും. ഇതിലൂടെയാണ് നമുക്ക് കർത്താവിന്റെ ഇഷ്ടങ്ങൾ അന്വേഷിക്കാൻ കഴിയുന്നത്. ഇത് ദൈവത്തിന്റെ ആത്മാവിനാൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇതിനെ ഒരു മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവൃത്തികളൊന്നും ഇതിന് കാരണമായി മാറുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമുക്ക് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും എന്ന് പറയുമ്പോൾ, വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരുന്നത് നമ്മൾ ഇങ്ങനെ വചനം കേൾക്കുമ്പോൾ, വചനം കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തെ ജീവിപ്പിക്കുകയും, വചനത്തിലൂടെ കേൾവിയിലൂടെയാണ് നമ്മുടെ ഉള്ളിൽ ജീവൻ വരുന്നത്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. ജീവിപ്പിക്കുകയും നമ്മുടെ ഉള്ളിൽ പണി തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ ആത്മാവിനെ എത്രത്തോളം അധികമായി നമുക്ക് നൽകും. അവൻ അളവ് ചോദിക്കുന്നവർക്ക് അളവ് കൂടാതെ ആത്മാവിനെ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അളവ് കൂടാതെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇച്ചിരി തന്നു പിന്നെ ഇച്ചിരി തന്നു അങ്ങനല്ല. അളവ് കൂടാതെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് ലഭിച്ചിരുന്നത് ഒരു ലിമിറ്റഡ് ടൈമിൽ സ്പെസിഫിക് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മാത്രമല്ല ലിമിറ്റഡ് ആയിരുന്നു. അവർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന പോലെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമുക്ക് കിട്ടിയിരിക്കുന്ന പോലെ ആ ഫുൾനെസ്സിൽ അവർക്ക് ലഭിച്ചിരുന്നില്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന പോലെ ഉള്ള എല്ലാ സ്പിരിച്വൽ വർക്കിന്റെ എല്ലാ പൂർണ്ണത, സാൽവേഷന്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ് നമ്മളിലാണ്. അതിന്റെ ബെറ്റർ ഭാഗം, അങ്ങനെയാണ് കറക്റ്റ്, അതിന്റെ ബെറ്റർ ഭാഗം നമ്മളാണ് അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പോലെ അല്ലായിരുന്നു പഴയ നിയമത്തിൽ. ലിമിറ്റഡ് ആയിരുന്നു, സ്പെസിഫിക് വ്യക്തികൾക്ക്, സ്പെസിഫിക് കാര്യങ്ങൾക്ക് വേണ്ടി. കാരണം ഉദാഹരണം പറഞ്ഞാൽ, നമുക്കിന്ന് ദൈവത്തിന്റെ ആത്മാവ് റിവീൽ ചെയ്യുന്നത് പോലെ അവർക്ക് കാര്യങ്ങൾ റിവീൽ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഫുള്ളിയാണ് റിവീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആത്മാവിൻ്റെ ഒരു അളവ് കൂടാതെ നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയാം, അളവ് കൂടാതെ നമുക്ക് തരുന്നു എന്ന് പറയുമ്പോൾ ആ ലിമിറ്റില്ലായ്മയാണ്. സ്പിരിറ്റിൻ്റെ ദൈവം നൽകുന്ന ആ ഒരു എന്താ പറയുന്നത്, സ്പിരിറ്റിൻ്റെ ഒരു ഫുൾനെസ്, അതിലേക്കാണ്, അതിൻ്റെ ആ ഒരു നിറവിനെയാണ് പറയുന്നത്. വേറൊരിടത്ത് എത്ര അധികമായി തരും എന്ന് പറയുന്നുണ്ട്. അതും അളവിനെ പറ്റിയല്ല പറയുന്നത്. എത്ര വേണമെങ്കിലും തരാൻ കഴിയും, അങ്ങനല്ല. എത്ര അധികമായി കൊടുക്കുന്നു എന്നാ പറയുന്നത്, അളവല്ല. എത്ര അധികമായി കൊടുക്കുന്നു എന്നാ പറയുന്നത്. അതായത് ഒരു കാര്യം നീ എന്നോട് ചോദിച്ചാൽ നിനക്ക് ഞാൻ എത്ര തരും, നീ സംശയിക്കണ്ടല്ലോ, നിനക്ക് ഞാൻ തരത്തില്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അളവല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു കാര്യം എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ തരുമല്ലോ, എത്ര അധികം തരും, ഉറപ്പല്ലേ. അപ്പൊ അളവല്ല, നിങ്ങൾക്ക് ഞാൻ തരും എന്നുള്ളത്. എത്ര അധികം തരും എന്ന് പറയുമ്പോൾ അവിടെ ഒരു അധികം തരും എന്ന് പറഞ്ഞാൽ അത് തരുമല്ലോ, ഉറപ്പല്ലേ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് അധികം തരും എന്ന് പറയുമ്പോൾ അത് ആ തരും എന്നുള്ളതിന്റെ ചാൻസിനെ അധികമാക്കുകയാണ്. പ്രോബിലിറ്റി, അധികം തരും എന്ന് പറയുമ്പോൾ ആ ചാൻസ് ആണ് അധികമാക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് തരുമല്ലോ, അത് തരും, അത് എത്ര അധികം തരും എന്ന് പറയുമ്പോൾ ആ സംശയം വേണ്ട, തന്നിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ ചോദിക്കുന്നവർ അവർക്ക് തരും എന്നുള്ളത് ഉറപ്പാണ്. നമ്മളപ്പോൾ ചോദിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ശമരിയക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞത്, നീ ദൈവത്തിന്റെ ദാനം എന്തെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ നീ അത് മാത്രമേ ചോദിക്കത്തുള്ളായിരുന്നു. നിന്റെ രോഗം മാറണമെന്നോ ഗൾഫിൽ പോകണമെന്നോ അല്ലെങ്കിൽ പല കാര്യങ്ങളോ ഒന്നും ചോദിക്കത്തില്ലായിരുന്നു. എന്ത് ചോദിക്കത്തുള്ളായിരുന്നു? ആത്മാവിനെ മാത്രമേ ചോദിക്കത്തുള്ളായിരുന്നു. വീട്ടുകാരുടെ സമ്മതത്തിന് വേണ്ടിയോ ഒന്നും നമ്മൾ നിൽക്കത്തില്ലായിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടം മാത്രം, അല്ല ദൈവത്തിന്റെ ആത്മാവിനെ മാത്രമേ നമ്മൾ ചോദിക്കത്തുള്ളായിരുന്നു. അപ്പോൾ യഥാർത്ഥ ദാനം നമുക്ക് ആ ആത്മാവ് വെളിപ്പെടുത്തി തരണം. അതായത് നമുക്ക് ദാഹം ഉണ്ടാകണമെങ്കിൽ തന്നെ നമ്മുടെ ആന്തരിക കണ്ണ് തുറക്കപ്പെടണം. അപ്പോഴേ എംപ്റ്റിനെസ് മനസ്സിലാകത്തുള്ളൂ, അപ്പോഴേ ജീവൻ വരണമെന്ന് മനസ്സിലാകത്തുള്ളൂ. അതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്നത്. എങ്കിലും കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം, ജീവന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി ഇത്രയും കാര്യങ്ങളുള്ള ഈ വീണ്ടും ജനനം സംഭവിച്ച ഒരാളാണ് എന്ത് ചെയ്യുന്നത്? സഭ ഏൽക്കപ്പെടുന്ന സ്നാനം ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ പറയുകയാണ്, എനിക്കൊരു സ്നാനം തുടങ്ങി. കർത്താവിനോട് ഞാൻ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നു. റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ
ഒന്നുമുള്ള വാക്യം. ആകയാൽ നാം എന്ത് പറയണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാൾ വരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും, നമ്മളിലെല്ലാം ഒരു സ്നാനം നടക്കും. അതെന്താണെന്നറിയോ? ഈ പഴയ മനുഷ്യനെ കട്ട് ചെയ്തിട്ട് പുതിയ ഒരു പഴയ ജഡത്തെ ഉരിച്ചു കളയും. അത് കൊലോസി ലേഖനത്തിൽ കുറച്ചുകൂടെ വിശുദ്ധമായിട്ട് പറയുന്നുണ്ട്. കൊലോസി ലേഖനം എന്റെ 2-ാം അധ്യായം. അതെ 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 11 അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ, ക്രിസ്തു ഒരു പരിച്ഛേദന നടത്തും. പരിച്ഛേദന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മുറിക്കൽ, സെപ്പറേറ്റ് ചെയ്യപ്പെടും. അപ്പം അതായത് ഒരു ജഡത്തിലൊരു ജീവിതം ഉണ്ടായിരുന്നു, നേരത്തെ ഒരു പഴയ ജീവിതം ഉണ്ടായിരുന്നു, ജഡത്തിലുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു. അത് കർത്താവ് എന്ത്, ഒരു ആത്മീക പരിച്ഛേദനയാൽ ഇത് മുറിച്ചു മാറ്റപ്പെടും. ആ മുറിച്ചു മാറ്റി വേറെ ക്രിസ്തുവിനോട് ചേർക്കും, വേറെ ഒരു ലൈഫിലേക്ക് ചേർക്കും. മനസ്സിലായോ? വേറൊരു ലൈഫിലേക്ക് കർത്താവ് ചേർക്കും. ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ബഡ്ഡിങ് ഒക്കെ ചെയ്തില്ലേ? ബഡ്ഡിങ് ചെയ്യുമ്പോൾ കാട്ടൊലിവായിരുന്ന നിങ്ങളെ നാട്ടൊലിവിനോട് ചേർത്തു എന്ന് പറയുമ്പോൾ, കാട്ടൊലിവായിരുന്ന നമ്മളെല്ലാം ലോകത്തിന്റെ മരണം എന്നുള്ള വൃക്ഷത്തിന്റെ തണ്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. നമ്മളെ ആ മരണം എന്ന വൃക്ഷത്തിൽ നിന്ന് മുറിച്ചു മാറ്റി ജീവന്റെ വൃക്ഷമായ ക്രിസ്തുവിലേക്ക് ബഡ് ചെയ്ത് പിടിപ്പിച്ചു. അപ്പോൾ ആ ജീവന്റെ ക്രിസ്തുവായ ബഡ് ചെയ്ത് പിടിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സ്നാനം, ആത്മീക സ്നാനം. പരിച്ഛേദനയാൽ മുറിക്കപ്പെട്ട് മറ്റൊന്നിലേക്ക് ഒട്ടിച്ചു ചേർത്തു. ഇപ്പോൾ ഈ വൃക്ഷത്തിന്റെ ഈ ശാഖയുടെ റൂട്ട് എവിടാണ്? ഈ ജീവന്റെ വൃക്ഷത്തിലാണ് റൂട്ട്. ഈ ജീവന്റെ ജീവനാണ് എന്ത്, ഈ ശാഖയുടെ ലവണങ്ങളായാലും മിനറൽസ് ആയാലും എല്ലാം ഒബ്സർവ് ചെയ്യുന്നത് എന്തിൽ നിന്നാണ്? ഈ വൃക്ഷത്തിൽ നിന്നാണ്. അപ്പൊ നമ്മളെ സ്നാനത്താൽ എന്ത് ചെയ്യാണ്? ക്രിസ്തുവിനോട് ഒട്ടിച്ചേർക്കുകയാണ്. സ്നാനത്താൽ ഒട്ടിച്ചേർക്കാത്തടത്തോളം കാലം നമ്മൾ വ്യാപരിക്കുന്നത് മരണമാണ്. മരണത്തിന്റെ ചിന്തകളും ലോകത്തിന്റെ ഇഷ്ടങ്ങളും ഒക്കെ ആയിരിക്കും. കാരണം ആ പഴയ വൃക്ഷത്തിന് അതേ നിങ്ങൾക്ക് തരാൻ കഴിയത്തുള്ളൂ. അതിന് എവിടെ പോയാലും നിങ്ങൾ അതേ കിട്ടത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളാൽ സാധ്യമല്ലാത്ത, ദൈവത്താൽ മാത്രം സാധ്യമാകുന്ന ആത്മീക സ്നാനം നടന്നെങ്കിലേ നമുക്ക് ഈ ദൈവികപരമായി ഞാൻ ക്രിസ്തുവിനുള്ളതാണെന്നും ക്രിസ്തുവിനെ മാത്രം അന്വേഷിക്കാൻ കഴിയുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം നാശമാണെന്നും ഒക്കെ എൻ്റെ ഉള്ളിൽ തോന്നുകയാണ്. അത് ക്രിസ്തുവിൽ ചേർന്നാലേ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. സ്നാനത്താൽ പരിച്ഛേദന ലഭിച്ചു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദന. അപ്പൊ ക്രിസ്തുവിന്റെ കൈക്കൊണ്ടല്ലാത്ത ആന്തരികമായ ആത്മീകമായ ഒരു പരിച്ഛേദന നമ്മുടെ ഉള്ളിൽ നടന്നു. സ്നാനത്താൽ നിങ്ങൾ അവനോട് കൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തി എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസം, അപ്പോൾ അതൊരു ഫെയ്ത്ത് ആണ്. അത് നമ്മൾ ഇന്ന് വ്യാപരിക്കുന്ന ശക്തിയല്ല, ഫെയ്ത്ത് അല്ല. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു ഫെയ്ത്ത് ഉണ്ട്. അതിന് വിശുദ്ധ ഫെയ്ത്ത്, അതിവിശുദ്ധ ഫെയ്ത്ത് എന്നാ പറയുന്നത്. ആ ഫെയ്ത്ത് ക്രിസ്തുവിന്റെ വ്യാപാര ശക്തിയിലൂടെ എനിക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. ആ ശക്തിയിലൂടെ മാത്രമേ എനിക്കത് ഫെയ്ത്തിൽ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ കഴിഞ്ഞൊരു ജീവിതം ഉണ്ടെന്നും നിത്യമായ ഒരു ലോകം ഉണ്ടെന്നും നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ, നിങ്ങൾക്ക് വാഗൊണ്ട് പറയാം, ബുദ്ധി കൊണ്ട് വിശ്വസിക്കാം. പക്ഷെ ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കണം. ഹൃദയത്തിൽ പരിശോധന നടക്കണം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ പഴയ ഹൃദയത്തെ മാറ്റണം, പുതിയൊരു ഹൃദയം നിങ്ങൾക്ക് നൽകണം. എന്നാലേ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾക്ക് സ്നാനം ഇടാം. അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ആത്മീകമായ പരിശോധന നിങ്ങൾ നടക്കണം. അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതും വാഗൊണ്ട് അത് ഏറ്റുപറയാം. അപ്പൊ ഹൃദയം കൊണ്ട് എൻ്റെ ഉള്ളിൽ ഞാൻ റിയലൈസ് ചെയ്യുകയാണ്, ഞാൻ വിശ്വസിക്കുകയാണ്. അത് എന്റെ ഉള്ളിൽ നടന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ആത്മാവിന്റെ കണ്ണുകളെ തുറന്നുകൊണ്ടാണ്. അതാണ് എന്നെ വാഗൊണ്ട് ഏറ്റുപറയിപ്പിക്കുകയും ഞാൻ സഭയോട് പറയുകയും ഞാൻ പോയി സഭയോട് ചേർക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നു. ഇത് ആന്തരികമായി എന്നിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാൽ എന്നിൽ വെളിപ്പെട്ട് വരുന്നതാണ്. ഇത് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 22:16 ഓക്കെ 12 വാക്യം. അവർ പാർക്കുന്ന അവിടെ പാർക്കുന്ന സകല യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായപ്രമാണ പ്രകാരം ഭക്തിയുള്ള പുരുഷനായി അനന്യാസ് എന്നൊരുത്തൻ എന്റെ അടുക്കൽ വന്നു നിന്നു. സഹോദരനായ ശൗലെ, കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ച് അവനെ കണ്ടു. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. ഇനി താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകി കളയുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഏൽക്കുന്ന സ്നാനം, ആ ഒരു കൺവിക്ഷൻ പൗലോസിന് കിട്ടുകയും അനന്യാസ് സ്നാനപ്പെടാൻ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 3:21 ഈ സ്നാനമേക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇത് ഞാൻ എല്ലാവർക്കും കൂടെ ഉള്ള രീതിയിൽ പറയുകയാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ സ്നാനത്താൽ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു. ഒരു കാര്യം നടക്കുന്നുണ്ട്. ആ കാര്യം എന്ന് പറഞ്ഞാൽ 1 പത്രോസിന്റെ ലേഖനം 3:21 അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള ഒരു അപേക്ഷ അത്രേ. ഇപ്പൊ നല്ല മനസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിന്റെ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ സ്നാനപ്പെടുമ്പോൾ എന്റെ മുന്നിൽ ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്,
ഇനി മുതൽ ഒരു നല്ല മനസാക്ഷി, അതായത് ശുദ്ധ മനസാക്ഷി, നിർവ്യാജ വിശ്വാസം, എന്നിൽ നിന്ന് വ്യാപരിക്കുന്ന സ്നേഹം എന്നിൽ വരണമെങ്കിൽ ക്ലിയർ കോൺഷ്യസ്നസ്, ക്രിസ്റ്റൽ ക്ലിയർ കോൺഷ്യസ്നസ് എനിക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്നാനത്തിലൂടെ ദൈവത്തോട് ക്ലിയർ കോൺഷ്യസ്നസ് കൂടെ ചോദിക്കുകയാണ്. അപ്പോൾ സ്നാനപ്പെടാൻ കഴിയാത്ത, ബോധം നഷ്ടപ്പെട്ട ആൾക്കാർ, അവർക്ക് ക്ലിയർ കോൺഷ്യസ്നസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. പക്ഷെ അവർ രക്ഷിക്കപ്പെടുന്നില്ല എന്നല്ല, ദൈവത്തിന്റെ ആത്മാവ് അയാളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അയാൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിനാണ് അതിനർത്ഥം. അതുപോലെ ഒരാൾ രക്ഷിക്കപ്പെടുന്ന വീണ്ടും ജനനത്തിൻ്റെ ആ ഒരു ആരംഭം മുതൽ അയാൾക്ക് ദൈവത്തോട് ക്ലിയർ കോൺഷ്യസ്നസ് ഉണ്ട് എന്നുള്ളതാണ് ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരാൾ പക്ഷേ അയാൾ വിൽഫുള്ളി ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്, അതിനൊരു മുന്നോടി എന്ന് അവിടെ വാക്യത്തിൽ പറയുന്നത്. എന്നും പറഞ്ഞ് അയാൾ രക്ഷ അനുഭവിക്കുന്ന സമയത്ത്, സ്നാനപ്പെടുന്നതിന് മുമ്പ് അയാൾക്ക് ദൈവത്തോട് ഈ നല്ല മനസ്സാക്ഷിയിൽ അപേക്ഷ ഇല്ലായിരുന്നൂടാ എന്നുള്ളതല്ല. പക്ഷേ ഇതൊരു പ്രൊക്ലെയിമാണ്. സ്നാനം പുറമേയുള്ള ഫിസിക്കൽ സ്നാനം എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊക്ലെയിം ചെയ്യുന്നതാണ്. മറ്റുള്ളവരോടും വിസിബിളി ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിസിക്കൽ ഡിസ്പ്ലേ ആണ്, ഫിസിക്കലി ഉള്ളൊരു പ്രദർശനമാണ് ഈ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവത്തോടുള്ള നല്ല മനസ്സാക്കി അപേക്ഷയുടെ ഒരു ഫിസിക്കൽ ഡിസ്പ്ലേ ആണ് ഈ സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ നല്ല മനസ്സാക്ഷി അല്ലെ, ആ വാക്യം ഒന്ന് വായിക്കും. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു, ദൂതന്മാരും അധികാരം. ഇതാണ് നല്ല മനസ്സാക്ഷി, ക്ലിയർ കോൺഷ്യസ്നസ്. നമുക്ക് വേണ്ട കോൺഷ്യസ്നസ് എന്താണ്? യേശുക്രിസ്തു മരിച്ചിരിക്കുന്നു, ഉയർത്തപ്പെട്ടിരിക്കുന്നു, പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു, ഞാൻ അവന് കീഴിലുള്ളവനാണ്, ഞാൻ ക്രിസ്തുവിനോട് ചേർന്നപ്പെട്ടിരിക്കുന്നു. ഇതാണ് എന്റെ ക്ലിയർ കോൺഷ്യസ്നസ്, ഇതാണ് എന്നെ നിയന്ത്രിക്കേണ്ടത്. അപ്പൊ ഈ കോൺഷ്യസ്നസിന്റെ കീഴിലേക്ക് ഞാൻ വരുന്നത് ആത്മീകമായ സ്നാനത്താലാണ്. അതിലേക്ക് എന്നെ അതിന്റെ ഒരു പ്രകടനവും കൂടാണ്. ഞാൻ ആ ഒരു സ്നാനത്താൽ അപേക്ഷയും കൂടാണ് കാണിക്കുന്നത്. എന്നിൽ ഈ കോൺഷ്യസ്നസ്, ഈ ഒരു നല്ല മനസ്സാക്ഷി എന്നിൽ വ്യാപരിക്കണമേ എന്നുള്ള ഒരു അപേക്ഷയും കൂടെ ആണെന്നാണ് പത്രോസ് പറയുന്നത്. ഇനി അതല്ലാതെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സഭയോട് ചേരുകയാണ്, സഭയോട് ചേരുകയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ലിറ്ററലി ഉള്ള, അതായത് നമ്മൾ ഈ ലോകത്തിലുള്ള സഭയോടും കൂടെ ചെയ്യുകയാണ് സ്നാനത്തിൽ. ലോകത്തോട് വിളിച്ചു പറയാണ്, ഞാൻ ഒരു പാപിയായിരുന്നു, ക്രിസ്തു എന്നെ രക്ഷിച്ചു, ഞാൻ ക്രിസ്തു എന്നെ രക്ഷിച്ചത് സഭയോട് ചേർന്നിരിക്കുന്നു, ഞാനിപ്പോൾ ഒരു പുതിയ മനുഷ്യനാണ്, എന്റെ പഴയ ജീവിതമല്ല ഞാൻ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ ഞാൻ ലോകത്തോട് എന്ത് ചെയ്യാണ്? വിളിച്ചു പറയുകയാണ് ഈ പുറമേ ഉള്ള സ്നാനത്താൽ. അവിടെ ആത്മീകമായ എന്തെങ്കിലും സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കുന്നില്ല. ആകെ സംഭവിക്കുന്നത് നമ്മുടെ മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ്. അത് ആന്തരികമായി നടന്നതിന്റെ പ്രതിഫലനമാണ്. നമ്മൾ ആന്തരികമായി കർത്താവ് നമ്മളെ വിശുദ്ധീകരിച്ചു, വീണ്ടും ജനിപ്പിച്ചു എന്നുള്ള ആ മാനസാന്തരത്തിൽ നിന്നാണ് ഈ പറയുന്ന പുറമേ ഉള്ള അപേക്ഷ വരുന്നത്. അതിന് മുമ്പേ അവൻ്റെ ഉള്ളിൽ ഫെയ്ത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സഭയോട് ചേരുകയാണ്. അപ്പോൾ സഭയോട് ചേർന്ന് ഞാൻ എന്ത് ചെയ്യാണ്? അന്ന ദിവസം തന്നെ അപ്പം നുറുക്കൽ ശുശ്രൂഷയിൽ പങ്കുചേരുകയാണ്. ചേരുന്നതോടെ ഒരേ അപ്പം എനിക്ക് ജീവനായിരിക്കുന്നു, ഒരേ പാനപാത്രം എനിക്ക് ജീവനായിരിക്കുന്നു എന്ന് ഞാൻ എൻ്റെ സഭയിലെ സഹോദരങ്ങൾ, ഇവരെന്റെ സഹോദരങ്ങളാണെന്ന് ഞാൻ റിയലൈസ് ചെയ്യണമെന്ന് എല്ലാവരോടും വിളിച്ചു പറയുകയാണ്. അവർ കഴിക്കുന്ന അതേ അപ്പത്തിന്റെയും അതേ പാനപാത്രത്തിന്റെയും ഓഹരിക്കാരനായി ഞാനും മാറുകയാണ്. അപ്പൊ ഇതാണ് അപ്പോൾ സഭയോട് ചേർക്കലും കൂടിയാണ് ഈ പറയുന്ന സ്നാനത്തിലൂടെ സംഭവിക്കുന്നത്. ആ സഭയോട് കൂടെ മിങ്കിളാകുക, അതായത് ഭൗതികമായി. ആത്മീകമായ സ്നാനം നമ്മളെ നിത്യമായ സഭയിലേക്ക് ചേർത്തിരിക്കുന്നു. അതിന്റെ ഒരു പ്രകർശനമാണ്, പുറമേ ഉള്ള പ്രവൃത്തിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ലോകത്തുള്ള സഭയോട് ചേരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് സ്നാനത്തെ പറ്റി കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരിക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ജീവനാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മൊത്തത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഓടിച്ചിട്ട് പറയാം. നമ്മൾ സ്നാനത്തെ പറ്റി കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ നിത്യമായതിനെ പറ്റി നമ്മൾ ഭൗതികമായി തന്നെ ഒരു വ്യൂവിൽ എത്തിയിരുന്നു. ഭൗതികമായി നമ്മൾ നോക്കിയാലും നിത്യമായതിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ ക്രിസ്ത്യൻ ലൈഫ്, ബെനിഫിഷ്യൽ ആയിട്ടുള്ള ലൈഫ് ക്രിസ്ത്യൻ ലൈഫ് മാത്രമാണെന്നും ക്രിസ്ത്യാനിറ്റി ആണ് ട്രൂത്ത് എന്നും അതിന് കാരണം എന്തെന്നും നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിൽ നൽകപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും, വീണ്ടും ജനന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഇത് നടക്കുന്നുവെന്നും, അതിനാൽ മാത്രമേ ആത്മാവിനാലും വെള്ളത്താലും വീണ്ടും ജനിച്ചാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളെന്നും ക്രിസ്തുവിനോട് ചേർക്കപ്പെടുകയുള്ളെന്നും ആത്മീയമായ പരിശോധന നടന്ന കാര്യമുള്ളെന്നും നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ഇതൊക്കെ ഒരാൾ മനസ്സിലാകുമ്പോൾ നിക്കോദീമോസിനെ പോലെ നിസ്സഹായതയിലേക്കാണ് ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നത്. എനിക്കൊന്നും കഴിയുന്നില്ലല്ലോ, കർത്താവേ എന്നോട് കരുണ കാണിക്കണമേ. അപ്പൊ അവന്റെ കരുണ എന്നും പുതുക്കമുള്ളതാണെന്ന് ബൈബിൾ പറയുന്നു. അവന്റെ ഓരോ ദിവസവും അവന്റെ കരുണയും കൃപയും പുതുക്കമുള്ളതാണ്. ചോദിക്കുന്നവർക്ക് അധികമായി അവൻ കരുണ കാണിക്കുന്ന ദൈവം തന്നെയാണ്. രക്ഷയ്ക്കായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവൻ രക്ഷ നൽകും. എളിയവന്റെ നിലവിളി അവൻ കേട്ടു, യഹോവ എളിയവന്റെ നിലവിളി കേട്ടു, അവനെ സകല കഷ്ടതകളിൽ നിന്നും അവൻ വിടുവിച്ചു എന്നാണ് പറയുന്നത്. ക്രിസ്തുവിലേക്ക് നോക്കിയവർ ഒരിക്കലും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. നിങ്ങൾ ക്രിസ്തുവിലേക്ക് നോക്കിയിരിക്കുന്നവരാണ്, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. കർത്താവിൽ നിങ്ങൾക്കൊരു ശുഭഭാവി നിത്യതയിലുണ്ട്. ആ ശുഭഭാവി നിത്യതയിലാണ്. അത് കാണുവാൻ ഹൃദയക്കണ്ണുകൾ ദൈവം തുറക്കട്ടെ. ദൈവം നിങ്ങളെ തുറന്നു തരും. ദൈവം അത് അന്വേഷിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിച്ച് നിർത്തും.